സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. സർവേഭ്യഃ നമസ്കാരഃ. ഏവർക്കും നമസ്കാരം. ഏവർക്കും വിഷുവാശംസകൾ നേരുന്നു. ഇന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ജ്യോതിഷ പഞ്ചാംഗം എന്ന വിഷയത്തെ പറ്റിയാണ്. ജ്യോതിഷ പഞ്ചാംഗം എന്ന പദം തന്നെ രണ്ട് വാക്കുകൾ ചേർന്നതാണ് ജ്യോതിഷ പഞ്ചാംഗം. ജ്യോതിഷപരമായ പഞ്ചാംഗം. പഞ്ചാംഗം എന്നതിനർത്ഥം 5 അംഗങ്ങൾ, 5 അവയവങ്ങൾ. അപ്പോ ജ്യോതിഷം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ജ്യോതിഷപരമായ പഞ്ചാംഗം എന്താണെന്ന് മനസ്സിലാക്കും. ജ്യോതിഷം വളരെ പ്രവിശാലമായ ഒരു വിഷയമാണ്. ഭാരതീയ പൈതൃകത്തിൽ ശാസ്ത്രങ്ങൾ അനവധിയുണ്ട്. അതിൽ പരമപ്രധാനമായ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷശാസ്ത്രം. ഇവിടെ ഭാരതീയ പൈതൃകം, അതായത് സനാതന ധർമ്മികൾ ആചരിക്കുന്ന ആചരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അംഗം തന്നെയാണ് ജ്യോതിഷം. സനാതനധർമ്മത്തിന്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളായ ചതുർവേദങ്ങൾ, ഋഗ്, യജു, സാമം, അഥർവണം, ഈ ചതുർവേദങ്ങളുടെ അംഗങ്ങളായിട്ട് 6 വിഷയങ്ങളെ കൽപ്പിച്ചിട്ടുണ്ട്. അതായത് ചതുർവേദങ്ങൾ ഒരു പുരുഷ സങ്കല്പത്തിൽ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അതായത് വേദപുരുഷൻ എന്ന ഒരു പുരുഷൻ എന്ന സങ്കല്പത്തിൽ സ്വീകരിച്ചാൽ ആ പുരുഷന്റെ 6 പ്രധാന അവയവങ്ങളാണ് വേദാംഗങ്ങൾ. അവ 6 എണ്ണമാണ്. യഥാക്രമം ഛന്ദസ്. ഛന്ദശാസ്ത്രം വേദപുരുഷന്റെ പാദങ്ങളാണ്. 2 പാദങ്ങളായിട്ടാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഛന്ദപാദൗ. അടുത്തതായിട്ട് കൽപ്പം എന്ന് പറയുന്ന വേദാംഗമാണ്. അത് വേദപുരുഷന്റെ കൈകളായിട്ട്, 2 കൈകളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. കൽപ്പപാണി. മൂന്നാമതായിട്ട് ശബ്ദശാസ്ത്രം. അത് വേദപുരുഷന്റെ വക്രം, അതായത് മുഖമായിട്ടാണ് കണക്കാക്കിയത്. ശബ്ദശാസ്ത്രം ച വക്രം. ശബ്ദശാസ്ത്രം എന്നത് വ്യാകരണമാണ്. ഭാഷാ ഉപയോഗത്തിന്റെ പ്രാമാണികമായ നിയമങ്ങളാണ് ശബ്ദശാസ്ത്രം. ശിക്ഷാഘ്രാണം. ശിക്ഷ എന്ന് പറയുന്ന 4ാമത് വേദാംഗം ഉച്ചാരണ ശാസ്ത്രമാണ്. വേദമന്ത്രങ്ങളുടെ, സംഹിതാഭാഗത്തിലെ വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം പഠിപ്പിക്കുന്ന ശാസ്ത്രശാഖയാണ് ശിക്ഷ. അത് വേദപുരുഷന്റെ ഘ്രാണം, മൂക്കിന് തുല്യമാണ്. ഇതെല്ലാം പഞ്ചേന്ദ്രിയ ബദ്ധങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ശിക്ഷാഘ്രാണം. അടുത്തതായിട്ട് വരുന്നത് നിരുക്തം എന്ന് പറയുന്ന വേദാംഗമാണ്. നിരുക്തം എന്ന് പറഞ്ഞാൽ, നമുക്ക് ലഘുവായിട്ട് പറഞ്ഞാൽ ഡിക്ഷണറി, പദാർത്ഥങ്ങളെ വ്യവച്ഛേദിച്ചറിയുന്ന ശാസ്ത്രഭാഗം. ശ്രോത്രമുക്തം നിരുക്തം ച. ശ്രോത്രങ്ങളാണ്, വേദപുരുഷന്റെ ചെവികളാണ് നിരുക്ത ശാസ്ത്രം, നിരുക്തം എന്ന് പറയുന്ന വേദാംഗം. അവസാനമായിട്ട് ജ്യോതിഷം ചക്ഷുഷീച്ച. ജ്യോതിഷം എന്ന് പറയുന്ന 6ാമത്തെ വേദാംഗം വേദപുരുഷന്റെ കണ്ണുകളാണ്. ഛന്ദപാദൗ കൽപ്പപാണി ശബ്ദശാസ്ത്രം ച വക്രം ശിക്ഷാഘ്രാണം ശ്രോത്രമുക്തം നിരുക്തം ച ജ്യോതിഷം ചക്ഷുഷീച്ച. ഇങ്ങനെ 6 വേദാംഗങ്ങളിൽ പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ഒന്നാണ് ജ്യോതിഷം. അതായത് വേദപുരുഷന്റെ കണ്ണുകൾ. കണ്ണുകളുടെ ധർമ്മം എന്താണെന്ന് നമുക്കറിയാം. പ്രകൃതിയെ, സ്ഥൂല പ്രപഞ്ചത്തിനെ നോക്കിക്കാണുക എന്നുള്ളതാണ് അതിൻ്റെ ധർമ്മം. കാലദേശങ്ങളുടെ വ്യവച്ഛേദിച്ചറിയലാണ് കണ്ണുകളുടെ ധർമ്മം. അതിനാണ് ഭാരതീയ പൗരാണികതയിൽ ജ്യോതിഷത്തിന്റെ ഉപയോഗം വരുന്നത്. ഇവിടെ ജ്യോതിഷം എന്ന പദം നമ്മൾ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടാണ് സ്വീകരിച്ചു വരുന്നത്. അതായത് അതിൽ ശാസ്ത്രഭാഗമുണ്ട്, പൗരാണിക ജ്യോതിശാസ്ത്ര ഭാഗവുമുണ്ട്,
ഫലഭാഗം എന്ന് വിവക്ഷിക്കപ്പെടുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗവും, ഇതിൽ നമ്മൾ ഇന്ന് വിഷയമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന പഞ്ചാംഗം എന്നത് ഗണിത ഭാഗത്തിൽ വരുന്നതാണ് പ്രധാനമായും. അതിൽ സ്വാഭാവികമായിട്ടും വിശ്വാസ ബന്ധമുണ്ട്, എങ്കിലും പ്രധാനമായിട്ടും അത് ഗണിത ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അന്ധവിശ്വാസമെന്നോ മറ്റോ ആരോപിക്കപ്പെടാവുന്ന യാതൊന്നുമില്ല. നേരെ മറിച്ച് കാലവിധാനം അഥവാ കാലഗണന, കാലത്തെ ഗണിക്കുക, കാലത്തെ കണക്കാക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ പഞ്ചാംഗം എന്ന് പറയുന്ന ഭാഗം. അപ്പോ നമുക്ക് നിത്യവ്യവഹാരത്തിൽ ഈ പഞ്ചാംഗം എന്ന് പറയുന്ന കാലഗണനയിലെ 5 പ്രധാനപ്പെട്ട അംഗങ്ങൾ നമ്മൾ ഏവരും ഹിന്ദുധർമ്മത്തിൽ സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോ ജ്യോതിഷം എന്താണെന്ന് നമ്മൾ കണ്ടു, അതിന്റെ പ്രാധാന്യം എന്താണെന്ന്. അപ്പൊ അതില് ഗണിതം, ഗോളം എന്ന് പറയുന്ന ജ്യോതിർഗോളങ്ങൾ, ജ്യോതിഷം എന്ന വാക്ക് തന്നെ വന്നിരിക്കുന്നത് ജ്യോതിസ് അല്ലെങ്കിൽ പ്രഭ എന്ന വാക്കിൽ നിന്നാണ്. ആകാശത്തില്, അനന്തമായ ആകാശത്തിൽ രാത്രികാലങ്ങളിൽ നമ്മൾ കാണുന്ന വിവിധ പ്രഭാഗോളങ്ങൾ അഥവാ ജ്യോതിർഗോളങ്ങൾ, അവയുടെ ചലനങ്ങളും സ്വഭാവങ്ങളും മറ്റും വ്യവച്ഛേദിച്ചറിഞ്ഞ് അതിനെ മനുഷ്യജീവിതത്തിൽ എങ്ങനെ ബന്ധിക്കാം എന്ന് കണക്കാക്കപ്പെടുന്ന ശാസ്ത്രമാണ് പൊതുവെ പറഞ്ഞാൽ ജ്യോതിശാസ്ത്രം എന്നത്. അതിൽ നിന്ന് വിശ്വാസത്തിനോട് കൂട്ടിച്ചേർത്ത് വരുമ്പോഴാണ് അതിന് ജ്യോതിഷം എന്ന പേരിൽ വ്യവഹരിക്കുന്നത്. എന്തായാലും ജ്യോതിഷം എന്ന് പറയുന്ന ഈ പൗരാണിക ശാസ്ത്രത്തിൽ നമ്മൾ കാലഗണനയ്ക്ക് വേണ്ടിയിട്ട് നിത്യവ്യവഹാരത്തിനായിട്ട് എടുക്കുന്ന ഒരു ഘടകമാണ് പഞ്ചാംഗം. 5 അംഗങ്ങൾ കാലഗണനയ്ക്ക് മാത്രമാണ്, സമയം അഥവാ കാലം. ഇവിടെ നമ്മൾ പറയുമ്പോൾ സമയം എന്നത് സ്ഥൂല പ്രപഞ്ചത്തിനെ നമ്മളുടെ ബോധമണ്ഡലം മനസ്സിലാക്കുന്ന 3 അളവുകളുണ്ട്. നമുക്ക് ഏവർക്കും അറിയാം, സ്ഥലം, കാലം, ദ്രവ്യം. സ്ഥലം എന്നത് സ്പേസ്, നമുക്കറിയാം എന്താണ്. കാലം എന്താണെന്ന് പറഞ്ഞാൽ സമയം, അത് നമുക്ക് വിശദീകരിക്കാം. ദ്രവ്യം എന്താണ്? സ്ഥാവര ജംഗമങ്ങളായ തൊട്ടനുഭവിക്കാവുന്ന അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന വസ്തുവകകൾ. ഇങ്ങനെ ഈ 3 അളവുകളിൽ സമയം എന്ന് പറയുന്ന അളവ് നമുക്കറിയാം. നമുക്ക് ഏറ്റവും കുറഞ്ഞ ബോധം തരുന്ന സമയം നമ്മൾ നിത്യവ്യവഹാരത്തിൽ സ്വീകരിക്കുന്ന സെക്കൻഡാണ്. സെക്കൻഡ്, നമ്മൾ വാച്ചിന്റെ സൂചികളും ഘടികാര സൂചികളിലും ഒക്കെ ഒരു സെക്കൻഡ് നമുക്കറിയാം. അതിൽ താഴുന്ന സമയവും നമുക്കറിയാം, അതിലും കുറഞ്ഞ അളവുള്ള സമയവും നമുക്കറിയാം. ഒരു കണ്ണിമ ചിമ്മുന്ന സമയം, അത് അങ്ങനെ ഭാരതീയ രീതി അനുസരിച്ച് വളരെ താഴേക്ക് പോകുന്ന ഘടകങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിത്യവ്യവഹാരത്തിൽ, നിത്യ ജീവിതത്തിൽ നമ്മൾ അവ ഒന്നും സ്വീകരിച്ച് കാണാറില്ല. എന്നാൽ സെക്കൻഡ് അഥവാ കേരളീയ രീതിയിൽ അല്ലെങ്കിൽ ഭാരതീയ രീതിയിൽ അതിലും കുറഞ്ഞ ഒരു ഘടകമുണ്ട്, ഉപവിനാഴിക എന്നൊക്കെ പറഞ്ഞിട്ട്, വിനാഴികയുടെ 61. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. എന്തായാലും ഇവിടെ ഈ സമയം എന്ന ഈ ചെറു കണിക സെക്കൻഡ്, അത് കഴിഞ്ഞാൽ മിനിറ്റ്, അത് 60 ചേരുമ്പോൾ മണിക്കൂറായി, 24 മണിക്കൂറുകൾ ദിവസമായി, അതിൽ 12 മണിക്കൂർ പകല്, 12 മണിക്കൂർ രാത്രി. ആ ദിവസങ്ങൾ ചേർന്ന് 7 ദിവസങ്ങൾ ചേർന്ന് ഒരാഴ്ച, 30 ദിവസങ്ങൾ ചേർന്നാൽ ഒരു മാസം, 12 മാസങ്ങൾ അല്ലെങ്കിൽ 2 മാസങ്ങൾ ഒരു ഋതു, 6 മാസങ്ങൾ ഒരു അയനകാലം, 12 മാസങ്ങൾ ഒരു വർഷം, ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സമയം സമയം എന്ന് പറയുന്ന സാധാരണ ഉപയോഗിക്കുന്ന പദം ഈ കുറഞ്ഞ അളവുകളെ സ്വീകരിക്കാനാണ്. ഉദാഹരണത്തിന് ഒരു ദിവസത്തിനുള്ളിലുള്ള ആ കാലഭാഗം, അതിനെ സ്വീകരിക്കാനാണ് സമയം. എന്താണ് വാസ്തവത്തിൽ സമയം? സമയം എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഘടകങ്ങൾ. നമുക്ക് സ്ഥലം എന്താണെന്ന് അറിയാം, സ്പേസ്. ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്താണെന്ന് അറിയാം. പക്ഷെ സമയം അതെന്താണത്? ആലോചിച്ചാൽ 2 സംഭവങ്ങൾക്കിടയ്ക്കുള്ള ഇടവേളയാണ് സമയം. അത് ചെറുതോ വലുതോ ആകാം. ഉദാഹരണത്തിന് നമ്മളൊന്ന് കണ്ണിമ ചിമ്മുന്നു, കണ്ണടച്ച് തുറക്കുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് സമയം അങ്ങ് കടന്നുപോയി നമ്മളുടെ ജീവിതത്തിൽ തന്നെ. ആ ഇടവേളയാണ് സമയം സമയം നമ്മൾ സാധാരണ വ്യവഹരിക്കുന്നത്. അത് ദീർഘമായ അളവിലും ചെറിയ അളവിലും ഹ്രസ്വമായ അളവിലും ഉണ്ടാകാം. എന്തായാലും ഈ സമയം, ചെറിയ അളവുകളെ നമ്മൾ സമയമെന്നും, അത് കൂടി ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് ശേഷമുള്ള ചേർന്ന് വരുമ്പോഴത്തേക്ക് അതിനെ കാലം എന്നും പറയും. അതാണ് നമ്മൾ സാധാരണ സ്വീകരിച്ചു വരുന്ന രീതി. അർത്ഥത്തിൽ 2 ഒന്നാണ്. അപ്പൊ എന്താണ് കാലം? നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ കാലം ഇങ്ങനെ പ്രപഞ്ചോൽപത്തിക്കും പിറകിൽ നിന്ന് തുടങ്ങി അങ്ങ് അനന്തതയിലേക്ക് അനാദിമധ്യാന്തമായിട്ട് നീങ്ങിപ്പോകുന്ന ഒരു സ്ഥൂലമായ ഘടകമാണ് കാലം. അതിന് മഹാകാലം എന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
ഈ മഹാകാലത്തിൽ എന്നോ തുടങ്ങി എന്നോ അവസാനിക്കും, നമുക്കാർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ മഹാകാലത്തിലെ നമുക്ക് കണക്കാക്കാവുന്ന, മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാവുന്ന ഒരു ഭാഗം, ഒരു നുറുങ്ങ്, ഒരു ബിന്ദു എടുത്താൽ അതിനെയാണ് കലനാത്മക കാലം. കലനാത്മകം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന, കണക്കാക്കാവുന്ന, ഗണിത സാധ്യമായ, ഇതിനെയാണ് കലനാത്മക കാലം എന്ന് പറയും. അപ്പോ മഹാകാലത്തിന്റെ ഒരു നുറുങ്ങെടുത്താൽ അത് കലനാത്മക കാലം. ഈ കലനാത്മക കാലത്തിലാണ് നമ്മൾ സാധാരണയല്ല എങ്കിലും ചടങ്ങുകളോ, ഇപ്പോ നമ്മളുടെ യോഗ ക്ലാസ്സിലൊക്കെ തുടങ്ങുമ്പോൾ പറയാറുണ്ട് ദ്വിതീയ പരാർത്ഥേ എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോ ബ്രഹ്മവർഷം തൊട്ട് തുടങ്ങുന്ന ആ വലിയ കാലത്തിന്റെ അളവ്, അതൊക്കെ കലനാത്മകമല്ല, നമുക്ക് കണക്കാക്കാം. നമ്മളുടെ മനസ്സിന് കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഒരു 300 കോടി വർഷം ഒരു അല്ലെങ്കിൽ ഒരു ബ്രഹ്മവർഷം, അങ്ങനെ 100 ബ്രഹ്മവർഷം ചേർന്നു 300 കോടി വർഷങ്ങൾ. ഇത് 2 പരാർത്ഥങ്ങളാണ്. അതിലിപ്പോ ദ്വിതീയ പരാർത്ഥമാണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് സാധാരണമല്ല, വിശേഷ വിധിയായിട്ട് പറയാറുണ്ട്. അതിൽ തന്നെ 1008 യുഗങ്ങൾ ചേരുന്ന കൽപ്പം, അങ്ങനെ തന്നെ അതിൽ തന്നെ മന്വന്തരങ്ങൾ, 71 ചതുർയുഗങ്ങൾ ചേരുന്ന മന്വന്തരങ്ങൾ, 4 യുഗങ്ങൾ, സത്യയുഗം അഥവാ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങൾ. ഇതൊക്കെ നമ്മൾ ഭാരതീയ പൈതൃകം അനുസരിച്ച് ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പരാമർശിക്കുന്ന ഒരു വലിയ കാലഗണനയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ അത് സ്വീകരിച്ച് കാണാറുണ്ട്. നിത്യജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന എന്താണ്? വർഷം തൊട്ട് താഴോട്ടാണ്. അത് ദശവർഷം, ശതവർഷം, മില്ലേനിയം അല്ലെങ്കിൽ സഹസ്രാബ്ദം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വർഷം തൊട്ടുള്ള കണക്കാണ് നമ്മൾ സാധാരണ സ്വീകരിച്ച് കാണാറ്. അതിന്റെ പല ചേരുവകൾ നമ്മൾ പറയും. വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷങ്ങളുടെ ചേർച്ച ഒക്കെ പറയാറുണ്ട്. പക്ഷെ വർഷം തൊട്ട് താഴോട്ടാണ്. വർഷം, മാസം, ആഴ്ച, ദിനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പരാമർശിക്കുന്നത്. ഇങ്ങനെ സാധാരണഗതിയിൽ പരാമർശിക്കുന്ന ഈ സമയഗണന അല്ലെങ്കിൽ കാലവിധാനമാണ് പഞ്ചാംഗം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 അംഗങ്ങൾ. ഏതൊക്കെയാണ് ഈ 5 അംഗങ്ങൾ? വാര, താര, തിഥി, കരണ, നിത്യയോഗം. വാരം അറിയാം. എന്താണ് വാരം? വാരം എന്നത് ആഴ്ച എന്ന് നമ്മൾ സാധാരണ പറയുന്ന വീക്ക് ഡേയ്സ്, ആഴ്ച. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ. അപ്പോ ഈ 7 ദിനങ്ങൾ ചേർന്ന് ഒരു വാരം. ഓരോന്നിനും വാരം എന്ന് പറയും അല്ലേ? ഉദാഹരണത്തിന് ഞായറാഴ്ച, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറഞ്ഞാൽ രവിവാരം, തിങ്കളാഴ്ച സോമവാരം, ചൊവ്വാഴ്ച കുജവാരം, ബുധനാഴ്ച ബുധവാരം, വ്യാഴാഴ്ച ഗുരുവാരം, വെള്ളിയാഴ്ച ശുക്രവാരം, ശനിയാഴ്ച ശനിവാരം അഥവാ മന്ദവാരം. ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ 7 ദിവസങ്ങൾ. ഓരോ ദിവസവും പകലും രാത്രിയും ചേർന്നതാണ് എന്ന് നമുക്കറിയാം. വാരത്തിന് പകല് സാധാരണ 24 മണിക്കൂർ അഥവാ 60 നാഴികയാണ്. അല്ല, പകലെന്ന് പറഞ്ഞാൽ 12 മണിക്കൂറാണ് അഥവാ 30 നാഴികയാണ്. രാത്രിയും ഏതാണ്ട് അതേ സമയം. രണ്ടും കൂടെ ചേരുമ്പോൾ 24 മണിക്കൂർ 60 നാഴിക. ഇതാണ് കണക്ക്. അതായത് 2.5 നാഴികയാണ് 1 മണിക്കൂർ എന്ന് പറയും. അതുപോലെ തന്നെ 2.5 വിനാഴികയാണ് 1 മിനിറ്റ്. 60 വിനാഴികയാണ് 1 നാഴിക. അങ്ങനെ 60 നാഴികയാണ് 1 ദിവസം. ഇങ്ങനെയൊക്കെ കണക്കുകളുണ്ട്. അപ്പോ നമ്മൾക്ക് മനുഷ്യന് വേർതിരിച്ചറിയാവുന്ന, എല്ലാ മനുഷ്യനും എല്ലാ ജീവജാലങ്ങൾക്കും വേർതിരിച്ചറിയാവുന്ന സമയഘടകങ്ങളാണ് പകലും രാത്രിയും ദിനവും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. വിഷുദിനം, വിഷുവം. യഥാർത്ഥത്തിൽ നമ്മളുടെ സങ്കല്പം അനുസരിച്ച്, മലയാള സങ്കല്പം അനുസരിച്ച് പ്രത്യേകിച്ചും വിഷുദിനം മേടം 1, മേടമാസം 1-ാം തീയതി. മലയാള മാസം മേടമാസം 1-ാം തീയതി. ചൈത്രമാസമാണ്, അതിന്റെ തീയതി മാറിപ്പോകും. ശകവർഷ കാലഗണനയിൽ വ്യത്യാസമുണ്ട്. മലയാള മാസങ്ങൾ സൗരഗണനം, അതായത് സൂര്യന്റെ ഓരോ രാശിയിലെയും സംക്രമം അനുസരിച്ചാണ് മലയാള മാസങ്ങൾ കണക്ക്. ഉദാഹരണത്തിന് മേടമാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
ഈ മേടമാസത്തിലെ 30 ദിവസമോ അല്ലെങ്കിൽ 31 ദിവസമോ ഉള്ളത്, ആ ദിവസങ്ങൾ 30-ലും സൂര്യൻ മേടം രാശിയിൽ നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇടവമാസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഇടവൻ രാശിയിലാണ്. അപ്പൊ ഇടവ 1-ാം തീയതി സൂര്യൻ എവിടെ നിൽക്കുന്നു? സൂര്യൻ ഇടവൻ രാശിയുടെ ആദ്യ ഭാഗത്ത് നിൽക്കുന്നു. ഇടവം 30-ാം തീയതി സൂര്യൻ എവിടെ നിൽക്കുന്നു? ഇടവൻ രാശിയുടെ അവസാന ഭാഗത്ത് നിൽക്കുന്നു സൂര്യൻ. ഇങ്ങനെ ചിങ്ങമാസം 1-ാം തീയതി സൂര്യൻ എവിടെ? ചിങ്ങൻ രാശിയുടെ ആദ്യ ഭാഗത്ത്. ഇങ്ങനെ 12 മാസങ്ങൾക്ക് എന്ന് പറയും. 12 രാശികളാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനുവം, മകരം, കുംഭം, മീനം, മേടം. രാശി ചക്രം തുടങ്ങുന്നത് മേടം തൊട്ടാണ്. അതിന്റെ കാരണം നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രധാനം. ഇങ്ങനെ ഈ സൂര്യന്റെ രാശി സംക്രമങ്ങൾ, സൂര്യൻ ഓരോ രാശിയിലും 30 ദിവസം വെച്ചിട്ട് 12 രാശികളും കൂടെ 360 ദിവസം കിടക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സൂര്യനെ ഉദിക്കുമ്പോൾ കാണുന്ന ഉദയാസ്തമയമാണ്, അല്ലെങ്കിൽ രാത്രിയും പകലുമാണ് ജീവികൾക്ക് വ്യവച്ഛേദിച്ചറിയാവുന്ന ഘടകങ്ങൾ, സമയഘടകങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു. ആർക്കും, ജീവികൾക്ക് പോലും തിരിച്ചറിയാവുന്ന സമയഘടകമാണ് രാവ്, പകൽ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പകലിനെ തിരിച്ചറിയുന്നത്? സൂര്യോദയം തൊട്ട്. സൂര്യൻ ഉദിക്കുന്നത് എവിടെയാണ്? കിഴക്ക്. സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് കിഴക്ക്. അപ്പോ കിഴക്കൻ, കിഴക്ക്. ഇങ്ങനെ കിഴക്ക് ദിക്കിൽ സൂര്യൻ ഉദിക്കുന്ന ആ ഉദയകാലം, ഈ സമയത്ത് ഏത് രാശിയാണോ ആ ഭാഗത്ത്, അങ്ങനെ രാശി കണക്കാക്കുന്നതിൽ ജ്യോതിഷത്തിൽ ചില കണക്കുകളൊക്കെ ഉണ്ട്. അത് ഒരു ദിവസം നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കിയതാണ് നേരെ കിഴക്ക് ഭാഗത്ത്. അത് എല്ലാ ദിവസങ്ങളിലും, വർഷത്തിൽ എല്ലാ ദിവസങ്ങളും നേരെ കിഴക്കല്ല. അല്പം വടക്കോട്ട് മാറും, ചിലപ്പോൾ അല്പം തെക്കോട്ട് മാറും. ഇതിനെയാണ് അയനം അല്ലെങ്കിൽ അയനം എന്ന് പറയുന്നത്. ഉത്തരായനം അല്ലെങ്കിൽ ദക്ഷിണായനം. വടക്കോട്ട് നീങ്ങുമ്പോൾ ഉത്തരായനം, മധ്യഭാഗത്ത് നിന്ന് തെക്കോട്ട് നീങ്ങുമ്പോൾ ദക്ഷിണായനം. ഇങ്ങനെ വർഷത്തിൽ 2 തവണ ഈ നീക്കത്തിനിടയ്ക്ക് നേരെ കിഴക്ക് വരും. നമ്മളുടെ നേരെ തലയ്ക്ക് മുകളിൽ, അല്ലെങ്കിൽ നേരെ കിഴക്ക്, സൂര്യൻ ഉദിക്കുമ്പോൾ നേരെ കിഴക്ക്, ഉച്ചയ്ക്ക് നേരെ തലയ്ക്ക് മുകളിൽ വരും. അപ്പൊ നിഴല് നോക്കി അറിയാം. നിഴലൊന്നും കാണത്തില്ല 12 മണി, അല്ലെങ്കിൽ അതാത് ദേശത്തെ സമയത്തിലെ ഉച്ച സമയത്തനുസരിച്ച്. ഇങ്ങനെ കിഴക്ക് ദിക്കിലെ തെക്കോട്ടും വടക്കോട്ടുമുള്ള ഈ ചലനം, ഉത്തര ദക്ഷിണ അയനങ്ങൾ, ഇത് നമുക്കറിയാം അതിന്റെ കാലങ്ങളൊക്കെ. പക്ഷെ വർഷത്തിൽ 2 തവണ നേരെ കിഴക്ക് വരുമെന്ന് പറഞ്ഞു. അതില് ഒന്ന് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മാർച്ച് 22-ഉം മറ്റൊന്ന് സെപ്റ്റംബർ 22-ഉമാണ്. അപ്പോ മാർച്ച് 22-നെ വെർണൽ ഇക്വിനോക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അല്ലെങ്കിൽ അതിന് പറയുക, അതിനൊരു ഏക പേരുണ്ട്. വെർണൽ ഇക്വിനോക്സിന് വേറൊരു പേരും കൂടെ. എന്തായാലും നമ്മൾ മലയാളത്തിൽ അതിന് മേഷവിഷുവം എന്നാണ് പറയുന്നത്. ഈ വിഷുവം എന്ന് പറയുന്നത് നേരെ മധ്യഭാഗത്ത്, കിഴക്ക് ദിക്കിൽ നേരെ മധ്യഭാഗത്ത് സൂര്യൻ വരുന്ന, അല്ലെങ്കിൽ നേരെ കിഴക്ക് നമ്മൾ ഉദിക്കുന്ന സമയത്ത് സൂര്യനെ കാണുന്ന ആ പോയിന്റിനെയാണ് വിഷുവം. ശരിക്കും അതിന്റെ ശാസ്ത്രമനുസരിച്ച് വിഷുവം വിശദീകരിക്കാൻ ഇപ്പോ ഉദ്ദേശിക്കുന്നില്ല. കാരണം വളരെ ദീർഘമായി പോകും. ക്രാന്തിവൃത്തവും ഖഗോള മധ്യരേഖയും തമ്മിൽ ഛേദിക്കുന്ന സ്ഥലത്ത് 2 ബിന്ദുക്കളുണ്ടെന്നും ആ 2 ബിന്ദുക്കളാണ് വിശ്വബിന്ദുക്കളെന്നും എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. പക്ഷെ ഈ മേഷവിഷുവം എന്ന് പറയുന്ന മാർച്ച് 22-ആണ് യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മൾ ആചരണം അനുസരിച്ച് പണ്ട് മുതലേ വിഷുദിനം മേടം 1 എന്ന് ജ്യോതിശാസ്ത്രത്തിൽ, മലയാള ജ്യോതിഷത്തിൽ പ്രത്യേകിച്ചും സ്വീകരിച്ചു വരുന്നു. യഥാർത്ഥത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകത സമരാത്ര ദിനം. അതാണ് ഇക്വിനോക്സിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ വിഷുവത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് ലോകമൊട്ടാകെ പകലും രാത്രിയും തുല്യ അളവുകളാണ്. അതിന്റെ അർത്ഥം മറ്റുള്ള ദിവസങ്ങളിൽ പകലും രാത്രിയും തുല്യമല്ല എന്നാണ്. അല്ലേ? നമുക്കറിയാം പകലും രാത്രിയും തുല്യമൊന്നുമല്ല. ചില കാലങ്ങളിൽ പകൽ കൂടിയിരിക്കും, പകലേറിയിരിക്കും, രാത്രി കുറഞ്ഞിരിക്കും. മറ്റു ചില കാലങ്ങളിൽ രാത്രി കുറഞ്ഞിരിക്കും, പകലേറിയിരിക്കും. അതെങ്ങനെയാണ്? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പലരും പഠിച്ചു തോർക്കുന്നുണ്ടാവാം. മേഷാദൗ പകലേറിയിടും, രാവന്നത്ര കുറഞ്ഞുപോയി, തുലാദൗ രാവേറിയിടും, പകലെന്നത്ര കുറഞ്ഞുപോയി. അതായത് മേഷാദവും, മേടമാസത്തിന്റെ ആദ്യം തൊട്ട് പകലേറിയിരിക്കും. പകലായിരിക്കും കൂടുതൽ ആദ്യം തൊട്ട് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ പകൽ കൂടി വരും. അങ്ങനെ മാക്സിമം ആയിട്ട് വീണ്ടും കുറഞ്ഞ് തുലാദൗ രാവേറിയിടും. തുലാമാസത്തിന്റെ ആദ്യ ഭാഗമാകുമ്പം രാത്രി ഏറാൻ തുടങ്ങും, പകൽ കുറയാൻ. ഇതിനിടയ്ക്ക് വരുന്ന ഒരു പോയിന്റാണ് ഈ വിഷുവം എന്ന് പറയുന്ന സമരാത്ര ദിനം. അതായത് പകലും രാത്രിയും തുല്യമായിട്ട്. അതാണ് ഇക്വിനോക്സ്. അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ
നമ്മൾ ആചരിക്കുന്ന ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. യഥാർത്ഥത്തിൽ ഒരു 2-3 ആഴ്ച മുമ്പേ മാർച്ച് 22-ന് 4 ദിവസങ്ങളോളം മുമ്പ് മാർച്ച് 22-നാണ് ശരിക്കും ഇക്വിനോക്സ് അല്ലെങ്കിൽ സമരാത്ര ദിനം കഴിഞ്ഞു പോയത്. പക്ഷെ നമ്മളുടെ ആചരണത്തിൽ നമ്മൾ ആ അഡ്ജസ്റ്റ്മെന്റ് നടത്താത്തത് കാരണം നമ്മൾ ആപേക്ഷികമായിട്ടാണ് ജ്യോതിശാസ്ത്രം ആചരിക്കുന്നത് പല ഭാഗങ്ങളും. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. യഥാർത്ഥത്തിൽ മാർച്ച് 22-ന് വിഷുവും കഴിഞ്ഞുപോയി. അതുകൊണ്ട് ഈ പിന്നോക്കം പോകുന്ന അതിനൊരു ഘടകം പുരസ്സരണം അല്ലെങ്കിൽ പ്രിസഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൊണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട് ഇങ്ങനെ സ്ഥിരമുള്ള ഭ്രമണം നിമിത്തം ശൂന്യാകാശത്തിൽ ഉത്തരാകാശത്തിൽ ഒരു വട്ടത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്നതും 26,000 വർഷങ്ങൾ കൊണ്ട് ആ ഒരു വൃത്തം പൂർത്തിയാക്കുന്നൊക്കെ ഉള്ള ഒരു തത്വമുണ്ട്. പ്രിസഷൻ അഥവാ പുരസരണം. ഇതിനെയാണ് അയനചലനം എന്ന് പറയുന്നത്. അയനം തന്നെ ചലിക്കും, സ്ഥിരമൊന്നുമില്ല. അങ്ങനെ ചലിച്ച് ഇപ്പൊ പുറകോട്ട് പോവാണ്. അങ്ങനെ പോയി മേട 1-ന് സംഭവിച്ചിരുന്ന വിഷു ഇപ്പോ മീനമാസത്തിലാണ്, അല്ലേ? മാർച്ച് 22. ഇത് നമ്മള് ആചരണത്തിൽ നമ്മൾ കണക്കാക്കുന്നു. എന്തായാലും വിഷു ദിനത്തിന്റെ പ്രത്യേകത ഇതാണ്. സമരാത്ര ദിനം അല്ലെങ്കിൽ വെർണൽ ഇക്വിനോക്സ്, വിഷുവം. ആ വിഷുവം എന്നുള്ള പദത്തിൽ നിന്നാണ് വിഷു എന്ന ചെറിയ പ്രയോഗം. ഭാരതത്തിൽ പല ദേശങ്ങളിലും ആചരിക്കുന്നുണ്ട്. ബിഹു എന്ന് പറഞ്ഞിട്ട് ബംഗാളിലോ ഒറീസയിലോ ഒക്കെ ആചരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പഞ്ചാംഗത്തിൽ വാരം, സമയത്തിന്റെ കാലഗണനയിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഘടകമാണ്. അത് 7 ഗ്രഹങ്ങളുടെ പേരിലാണ്. സൂര്യനുമൊക്കെ ഗ്രഹങ്ങളാണ്. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളുടെ ഇടയിലൂടെ ആകാശത്തിൽ കിഴക്കോട്ട് നീങ്ങിപ്പോകുന്ന പ്ലാനറ്ററി മോഷൻ അല്ലെങ്കിൽ ട്രാൻസിഷനുള്ള ജ്യോതിർഗോളങ്ങളെയാണ് നമ്മൾ പ്ലാനറ്റ്സ് എന്ന്, ഇവിടെ ഗ്രഹങ്ങൾ എന്ന് മലയാളത്തിൽ ഉദ്ദേശിക്കും. അല്ലാതെ പ്ലാനറ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥത്തിലല്ല, ഗ്രഹങ്ങൾ. അപ്പോൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഇങ്ങനെ 7 ഗ്രഹങ്ങൾ. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ഒരേ ബിംബ വലിപ്പത്തിൽ നമുക്ക് ആകാശത്ത് കാണാം, പ്രകടമാണ്. പക്ഷേ മറ്റുള്ള 5 ഗ്രഹങ്ങളും നക്ഷത്രങ്ങളെ പോലെയാണ് ആകാശത്ത് കാണുന്നത്. നമുക്ക് നോക്കിക്കാണാം, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതാണിവ. പക്ഷെ അവ എന്താണ്? നക്ഷത്രങ്ങളെ പോലെ ഇരിക്കും. തിളങ്ങത്തില്ല, ചിമ്മുന്നതെല്ലാം, ടിങ്കിൾ ചെയ്യുന്നതെല്ലാം നക്ഷത്രങ്ങൾ, ടിങ്കിൾ ചെയ്യാത്തത് ഗ്രഹങ്ങൾ. അങ്ങനെ തിരിച്ചറിയാം. അങ്ങനെ ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, ഈ 5 താരാഗ്രഹങ്ങൾ, താരങ്ങളെ പോലെ തോന്നുന്ന ഗ്രഹങ്ങൾ, ഇവയടക്കമാണ് 7 ഗ്രഹങ്ങളുടെ പേരിൽ 7 ആഴ്ചകൾ. വാസ്തവത്തിൽ ഒരു കാര്യം അറിയേണ്ടത്, ജ്യോതിഷ പ്രതിഭാസം അനുസരിച്ച്, ജ്യോതിശാസ്ത്രത്തിൽ പ്രതിഭാസം അനുസരിച്ച് വാരം അല്ലെങ്കിൽ ആഴ്ച എന്നൊരു പ്രതിഭാസം ഇല്ല. ഈ 7 എന്നുള്ള ഘടകം ഏതാണ്ട് AD 322 മറ്റോ കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം ജ്യോതിഷ സംഘങ്ങൾ ആവിഷ്കരിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ ഇന്നലത്തെ ശനിയാഴ്ചയും നാളത്തെ തിങ്കളാഴ്ചയും തമ്മിലൊന്നും ജ്യോതിശാസ്ത്രപരമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾക്ക് ആകാശഗോളങ്ങളോ ഗ്രഹങ്ങളെയോ ഒന്നും കണ്ടാൽ ഞായറും തിങ്കളും ചൊവ്വയൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. ഒരു തരത്തിലും പ്രപഞ്ച പ്രതിഭാസങ്ങളുണ്ട്, തിരിച്ചറിയാൻ പറ്റത്തില്ല. അത് വിശ്വാസം മാത്രമാണ്. അപ്പോൾ പഞ്ചാംഗത്തിലെ ആദ്യത്തെ ആള് തന്നെ ഗണപതിക്ക് വെച്ചത് കാക്ക കുത്തുന്നത് തമാശയിൽ പറയുന്ന പോലെ അത് തന്നെ വിശ്വാസം പ്രതിഷ്ഠിതമാണ്, അല്ലാതെ ശാസ്ത്രീയമല്ല. ഈ പഞ്ചാംഗത്തിലെ ആദ്യ 5 അംഗമായ വാരം എന്ന്, അതൊരു വിശ്വാസം മാത്രം. ഞായറും തിങ്കളും ചൊവ്വായും ബുധനും തമ്മിൽ ജ്യോതിശാസ്ത്രപരമായിട്ട് വ്യത്യാസമൊന്നുമില്ല, ജ്യോതിഷപരമായിട്ട് വ്യത്യാസം. ആ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്ന് വിശദീകരിച്ച് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള സമയമില്ലാത്ത കാരണം ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും പഞ്ചാംഗത്തിലെ ആദ്യത്തെ ഘടകം വാരം. ഏവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുടെ പിന്നീട് സമയം പോലെ ചോദിക്കാം. ഇനി അടുത്തത് 2ാമത്തെ ഘടകമാണ് താരം, നക്ഷത്രം. ജന്മനക്ഷത്രങ്ങൾ 27 ജന്മനക്ഷത്രങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആകാശത്തിൽ നമ്മൾ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ കാണുന്നതിൽ പ്രകടീകൃതമായിട്ടുള്ള രൂപഭംഗികളുള്ള 27 എണ്ണത്തിനെ ഏതാണ്ട് തലയ്ക്ക് മുകളിൽ ഒരു മധ്യരേഖയോട് ബന്ധപ്പെട്ട്, ഖഗോള മധ്യരേഖ, ഭൂമിക്ക് ചുറ്റും കാണുന്ന അന്തരീക്ഷത്തിലെ ഒരു ഗോളമായിട്ട് സങ്കല്പിച്ചാൽ അതിന്റെ മധ്യരേഖ, അതാണ് ഖഗോള മധ്യരേഖ. ആ മധ്യരേഖയോട് ചേർന്നുള്ള 27 നക്ഷത്രങ്ങളെയാണ് ജന്മനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെയാണെന്ന് ഹിന്ദുക്കൾ എല്ലാവർക്കും നമുക്കറിയാം. അശ്വതി തൊട്ട് രേവതി വരെയുള്ള, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം, പൂര, ഉത്തരാത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാട, ഉത്രാടം, തിരുവോണ, വിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഈ 27 നക്ഷത്രങ്ങൾ താരം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമ്മൾ ജ്യോതിഷ ഗണിതത്തിൽ, പഞ്ചാംഗ ഗണിതത്തിൽ താരം അല്ലെങ്കിൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് നക്ഷത്രം ഏതാണ്?
ഇന്നൊരു നക്ഷത്രം, നമ്മൾ പഞ്ചാംഗം നോക്കിയാൽ അറിയാം ഇന്നത്തെ നക്ഷത്രം. അതിന്റെ അർത്ഥം എന്താണ്? ഇന്നലെ ആ നക്ഷത്രം ആകാശത്തില്ലായിരുന്നു, ഉണ്ടായിരുന്നു. നാളെ ഉണ്ടാകത്തില്ലേ? ഉണ്ടാവുമല്ലോ. ചില ആൾക്കാർ പറയും, ഓ ഇന്ന് രാവിലെ 10:30 കഴിയുമ്പോഴത്തേക്ക് ഈ ഇന്ന നക്ഷത്രം മാറി അടുത്ത നക്ഷത്രമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആ 10:30 കഴിയുമ്പോഴത്തേക്ക് അതിന് മുമ്പുണ്ടായിരുന്ന നക്ഷത്രം പൊടിഞ്ഞു പോയി. അതവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജ്യോതിഷ ഗണിതത്തിൽ, പഞ്ചാംഗ ഗണിതത്തിൽ താരം അഥവാ നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ചന്ദ്രന്റെ സ്ഥിതിയാണ്. ഇവിടെ ചിത്രത്തിലില്ലാത്ത ഒരാളാണ് വന്നത്. ചന്ദ്രന്റെ സ്ഥിതിയാണ് നക്ഷത്രം എന്ന് പറയാൽ അത് ലിറ്ററൽ അർത്ഥത്തിൽ എടുക്കരുത്, വാച്യാർത്ഥത്തിലല്ല. ചന്ദ്രന്റെ സ്ഥിതിയാണോ നക്ഷത്രം? നക്ഷത്ര ആകാശം നക്ഷത്രമായിട്ടുണ്ട്, ചന്ദ്രൻ ചന്ദ്രനായിട്ടുണ്ട്. പക്ഷെ ജ്യോതിഷ ഗണിതത്തിൽ, പഞ്ചാംഗത്തിൽ ചന്ദ്രന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നക്ഷത്രം ഏതെങ്കിലും ഒരു നക്ഷത്രം എന്ന് പറയും. ഇന്നത്തെ നക്ഷത്രം ഏതാണ്? ഏത് മാട്ടെ, ഞാൻ നോക്കിയില്ല, രാവിലെ എഴുന്നേറ്റ്. അപ്പോ ഇന്നത്തെ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഇന്ന് ചന്ദ്രന്റെ പശ്ചാത്തല നക്ഷത്രം അതാണ്. ഇന്ന് അശ്വതി നക്ഷത്രമാണെന്ന് വയ്ക്കുക. അശ്വതി നക്ഷത്രം ഇന്ന് നക്ഷത്രം ഏതാണ് ജയ്സൺ? നോക്കൂ, ഇന്ന് അശ്വതി നക്ഷത്രമാണെന്ന് വിചാരിച്ച അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ ബാക്കിൽ ഇന്ന് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അശ്വതി നക്ഷത്രത്തെയാണ്. 27 നക്ഷത്രം. ഇന്ന് തിരുവാതിര, ആർദ്ര നക്ഷത്രം. തിരുവാതിര നക്ഷത്രമാണ് ഇന്ന് ചന്ദ്രന്റെ പിറകിൽ നിൽക്കുന്നത്. ചന്ദ്രൻ കുറച്ച് കഴിയുമ്പോൾ കിഴക്കോട്ട് നീങ്ങി പോകും, നക്ഷത്രം നീങ്ങുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. കാരണം ഭൂമിയിൽ നോക്കുമ്പോൾ കോടി പ്രകാശവർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങള് ഭൂമിയുടെയും സൂര്യന്റെയും സൗരയൂഥത്തിന്റെയും കറക്കമൊന്നും അതിന്റെ സ്ഥാനങ്ങളെയൊന്നും ബാധിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ കറങ്ങി ഭൂമി എവിടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും, സൗരയൂഥത്തിനുള്ളിൽ ഭൂമി എവിടെ നിന്നാലും ശരി, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് നക്ഷത്രം നിൽക്കുന്ന ഭാഗത്ത് തന്നെ കാണും, ചലനം മാറ്റമൊന്നും വന്നതായിട്ട് കാണത്തില്ല. പക്ഷെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അതല്ല. ഭൂമിയിൽ നോക്കുമ്പോൾ അതിന് മാറ്റങ്ങൾ തോന്നും, ഭൂമിയുടെ ഭ്രമണം അനുസരിച്ച് മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നും. സൂര്യനനുസരിച്ച് സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മൾ ആകാശത്തിൽ മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ഭൂമിയുടെ ചലനം കാരണം. അപ്പോ ഇങ്ങനെ നക്ഷത്രങ്ങൾ, ചന്ദ്രന്റെ പശ്ചാത്തലം ഏത് നക്ഷത്രം വരുന്നു ആ നക്ഷത്രത്തിന്റെ പേരാണ് അന്നത്തെ നക്ഷത്രം എന്ന് പറയുന്നത്, പഞ്ചാംഗ നക്ഷത്രം. ഇന്ന് തിരുവാതിര എന്ന് പറഞ്ഞാൽ ഇന്നലെ തിരുവാതിര ഉണ്ടായിരുന്നു, പക്ഷെ ചന്ദ്രൻ തിരുവാതിരയുടെ മുന്നിലല്ലായിരുന്നു. ഇന്ന് ചന്ദ്രൻ തിരുവാതിരയുടെ മുമ്പിൽ കയറി ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയാണ് ആശ. അതുകൊണ്ട് ഇന്ന് തിരുവാതിര നക്ഷത്രം. അപ്പൊ ചന്ദ്രന്റെ സ്ഥിതിയാണ് നക്ഷത്രം. നാളെ ചന്ദ്രന്റെ സ്ഥിതി മുന്നോട്ട് കിഴക്കോട്ട് മാറുമ്പോൾ എവിടെ വരും? പുണർതം നക്ഷത്രത്തിന്റെ വരും, മറ്റന്നാ പൂയത്തിന്റെ അവിടെ വരും. ഇത് കൃത്യം ഓരോ ദിവസം 60 നാഴിക എന്നുള്ള കണക്കില്ല. ഭ്രമണപഥങ്ങളെല്ലാം എലിപ്റ്റിക്കൽ, അണ്ഡാകൃതി ആയത് കാരണം സ്ഥിരമായ നാഴിക വിനാഴികയല്ല. ചിലപ്പോൾ 60 ആകും, ചിലപ്പോൾ 62 ആകും, ചില നക്ഷത്രങ്ങളുണ്ട് 64 ആകും. നമ്മൾ നോക്കിക്കഴിച്ചാൽ പഞ്ചാംഗത്തിൽ നോക്കി അറിയാം. ഇതിന്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ കാലദൈർഘ്യം ഒരുപോലെ അല്ല. അതിന്റെ കാരണം ഇതാണ്, ഈ ഒരു അകലവും ഭ്രമണപഥത്തിന്റെ ആകൃതിയും ഒക്കെ കാരണമാണ് ആ വ്യത്യാസം വരുന്നത്. അപ്പോ എന്തായാലും ചന്ദ്രന്റെ സ്ഥിതിയാണ് നക്ഷത്രം. ഏതാണ്ട് 60 നാഴികയാണ് ദിവസം, വാരം എന്ന് പറയുന്ന പോലെ 60 നാഴികയാണ് നക്ഷത്രത്തിന്റെയും ദൈർഘ്യം. വ്യത്യാസം വരാമെന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ പോലും ആഴ്ചയ്ക്ക് രാവും പകലും കൂടെ ചേർത്താൽ വ്യത്യാസമില്ല. രാത്രിയും പകലും ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും 24 മണിക്കൂറാണ്, 60 നാഴികയാണ്, അതിന് മാറ്റമില്ല. പക്ഷെ നക്ഷത്രത്തിന് അതല്ല, വ്യത്യാസമുണ്ട്. കാലത്തിനനുസരിച്ചും നക്ഷത്രത്തിന്റെ ദൈർഘ്യം അനുസരിച്ചും ഒക്കെ അതിന് വ്യത്യാസം. അടുത്ത മൂന്നാമത്തെ അംഗമാണ്, പഞ്ചാംഗത്തിൽ 2 അംഗങ്ങൾ നമ്മൾ കഴിഞ്ഞു, വാരം, താരം. മൂന്നാമത്തെ അംഗമാണ് തിഥി. തിഥി എന്നത് ചന്ദ്രന്റെ അവസ്ഥയാണ്. അപ്പൊ നമുക്കറിയാം ചന്ദ്രന്റെ അവസ്ഥ സാധാരണ പോലെ, ചന്ദ്രന്റെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കും. അതിന് പക്ഷഭേദം, അതായത് വൃദ്ധിക്ഷയങ്ങൾ. ചിലപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രനായിരിക്കും. പൗർണമി ദിനത്തിൽ പൂർണ്ണചന്ദ്രൻ, വൃത്താകാരത്തിൽ മൊത്തം തെളിഞ്ഞു കാണാൻ പറ്റും. സന്ധ്യയാകുമ്പോൾ തന്നെ കിഴക്കൻ ആകാശത്തിൽ ഉദിച്ചു വരും, പിറ്റേ ദിവസം വെളുപ്പിന് പടിഞ്ഞാറ് ആകാശത്തിൽ അസ്തമിക്കും. അപ്പൊ അത് പൗർണമി ദിനത്തിൽ അങ്ങനെ കാണാം. ഇത് പൂർണ്ണചന്ദ്രൻ. ആ ചന്ദ്രൻ പിറ്റേ ദിവസം മുതൽ കുറച്ച് തേഞ്ഞ് ക്ഷയിച്ച് അവസാനം എന്തു പറ്റും? വീണ്ടും ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്തയാള് കുറഞ്ഞ് ചന്ദ്രൻ ഇല്ലാത്ത അവസ്ഥ, അഥവാ ന്യൂ മൂൺ, കറുത്ത ചന്ദ്രൻ. ഈ ചന്ദ്രൻ നമുക്ക് കാണാൻ പറ്റില്ല, അമാവാസ്, കറുത്ത വാവ് എന്ന് പറയും. ഇങ്ങനെ കറുത്ത പക്ഷവും, അതായത് ചന്ദ്രൻ കറുപ്പിലേക്ക് പോകുന്നു, ക്ഷയിച്ച് കറുപ്പാകും, കംപ്ലീറ്റ് കറുപ്പാകും, അമാവാസ്യവും. പിറ്റേ ദിവസം മുതൽ അദ്ദേഹം വൃത്തിയാകാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. വാക്സിങ് ആൻഡ് വാനിങ് ഓഫ് മൂൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. വാക്സിങ് വൃദ്ധി, വാനിങ് ക്ഷയം. അങ്ങനെ
ഈ കറുത്ത പക്ഷം, അതായത് അമാവാസിയിലേക്ക് ചന്ദ്രൻ പോകുന്ന ആ കറുത്ത പക്ഷം അഥവാ കൃഷ്ണപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷവും, അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ വെളുത്ത പക്ഷം, വെളുത്തവാവിലേക്ക് പൗർണമിയിലേക്ക് പോകുന്ന ഒരു പക്ഷം, വെളുത്ത പക്ഷം. ഇങ്ങനെ പൂർവപക്ഷം, അപരപക്ഷം എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ പക്ഷങ്ങൾ 15 ദിവസമാണ് ഒരു പക്ഷം. അങ്ങനെ 2 പക്ഷവും കൂടെ ചേർന്ന് കൃഷ്ണപക്ഷവും വെളുത്ത പക്ഷവും കൂടെ ചേർന്നാൽ ഒരു ചന്ദ്രമാസമാണ്. ചാന്ദ്രമാസം ഏതാണ്ട് 30 ദിവസം. 30 ദിവസം എന്ന് വെച്ചാൽ 29.5 ദിവസമേ ഉള്ളൂ. വ്യത്യാസമുണ്ട്. സൗരമാസവും ചാന്ദ്രമാസവുമായിട്ട് വ്യത്യാസം. സൗരമാസം തികച്ചും 24x30 പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 24x30 മണിക്കൂറാണ് സൗരമാസമെങ്കിൽ ചാന്ദ്രമാസം 29.5 മണിക്കൂറേ ഏകദേശം, അല്ല 29 ദിവസമേ ഏകദേശം വരാറ്. അപ്പോ ഇങ്ങനെ നോക്കുമ്പോ 2 പക്ഷങ്ങൾ ചേർന്ന ഈ 30 ദിവസം, ഈ ഓരോ ദിവസങ്ങളെയും നമ്മൾ ചന്ദ്രന്റെ വൃത്തിക്ഷയത്തിനനുസരിച്ച് വ്യവച്ഛേദിച്ച് പറയുന്നതാണ് തിഥി. അതായത് അമാവാസി അന്ന് ചന്ദ്രനെ കാണുന്നില്ല, അമാവാസിയിൽ സ്റ്റാർട്ട് ചെയ്യും. പിറ്റേ ദിവസം ചന്ദ്രനെ അല്പം കാണുന്നു, ക്രസന്റ് മൂൺ. റംസാനൊക്കെ അവർ ആഘോഷിക്കുമ്പോൾ കാണാറില്ലേ? മുസ്ലിങ്ങളുടെ മാസം തുടങ്ങുന്നത് ചന്ദ്രനെ കാണുന്നത്, ക്രസന്റ് മൂൺ കാണുന്നതിലൂടെ അടുത്ത മാസം ചന്ദ്രമാസം ആരംഭിച്ചു. അപ്പോ ഷവ്വാൽ പിറവി എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ ചന്ദ്രന്റെ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം ക്രസന്റ് മൂൺ, ചന്ദ്രൻ വൃദ്ധിയിൽ ആരംഭിക്കും. അതിനെ പ്രഥമ, ആദ്യ ഭാഗം, ഒന്നാമത്തെ എന്നാണ് സംസ്കൃതത്തിൽ പ്രഥമ എന്നർത്ഥം. പിറ്റേ ദിവസം, അപ്പൊ ഒരു തിഥി ഒരു ദിവസം. പിറ്റേ ദിവസം എന്താകും? അമാവാസി കറുത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഥമ, അതിന്റെ പിറ്റേ ദിവസം, ഇതിനടുത്ത ദിവസം ദ്വിതീയ, രണ്ടാമത്തേത്, വീണ്ടും മൂന്നാമത്തെ തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി 11, ദ്വാദശി 12, ത്രയോദശി 13-ാമത്തേത്, ചതുർദശി 14-ാമത്തേത്, പഞ്ചദശി എന്ന് പറയുന്നതാണ് വാവ്. അങ്ങനെ ആ പഞ്ചദശി ആവുമ്പോ കറുത്ത വാവ് തൊട്ട് 15-ാമത്തെ എന്ത് സംഭവിക്കും? വെളുത്ത വാവ്, പൗർണമിയായിരിക്കും. ചന്ദ്രൻ വൃത്തി പ്രാപിച്ച് പൂർണ്ണ ചന്ദ്രൻ. ഇങ്ങനെ വീണ്ടും പിറ്റേ ദിവസം, അപ്പം വെളുത്ത പക്ഷം തീർന്നു. അപ്പൊ കറുത്ത പക്ഷത്തിൽ അമാവാസിയുടെ പിറ്റേന്ന് തൊട്ട് വെളുത്ത പക്ഷം ആരംഭിക്കുകയാണ്. വെളുത്ത പക്ഷത്തിലേക്ക്, പൂർണ്ണചന്ദ്രനിലേക്ക് പോകുന്നതാണ് വെളുത്ത പക്ഷം. അങ്ങനെ വെളുത്ത പക്ഷം പൗർണമിയിൽ കൊണ്ട് അവസാനിച്ചു. പൗർണമി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ കറുത്ത പക്ഷമാണ്. അതായത് കറുത്ത വാവിലേക്ക് പോകുന്നു, അമാവാസിയിലേക്ക് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം കൃഷ്ണപക്ഷ പ്രഥമ, പൂർണ്ണചന്ദ്രന്റെ ഒരു ഭാഗം ഇച്ചിരി മാഞ്ഞു. ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി എന്ന് പറഞ്ഞ് വീണ്ടും അമാവാസിയായി. ഇങ്ങനെ 2 പക്ഷങ്ങൾ, അല്ലെങ്കിൽ 15, 15, 30 തിഥികൾ. ഇതിനെ നമ്മൾ അളന്നു നോക്കിക്കഴിഞ്ഞാൽ, ഡിഗ്രി കണക്ക്, കോണീയ അളവുകൾ പറഞ്ഞാൽ, സൂര്യബിംബത്തിൽ നിന്ന് ഓരോ 12 ഡിഗ്രി വീതം ചന്ദ്രൻ അകലുമ്പോൾ ഓരോ തിഥി ഉണ്ടാകും. അങ്ങനെ 30 തവണ അകലുമ്പോൾ 12, 30, 12 ഗുണം 30, 360 ഡിഗ്രി ഒരു വൃത്തം പൂർത്തിയാക്കുന്നു, ഒരു ചന്ദ്ര മാസം പൂർത്തിയാകുന്നു. വീണ്ടും സൂര്യബിംബത്തിന്റെ നേരെ ഫ്രണ്ടിൽ ചന്ദ്രൻ വരുന്നു. മറയ്ക്കുന്നില്ല, മറച്ചാൽ ഗ്രഹണമാണ്. മറയ്ക്കാതെ നേരെ മുന്നിൽ വരുന്നു. 3 ഡയമെൻഷണൽ ആണ്, 3 ഡയമെൻഷണൽ ആസ്പെക്ട് ആയത് കാരണം നമുക്കത് മനസ്സിലാവില്ല പറഞ്ഞാൽ. എങ്കിലും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചന്ദ്രന്റെ മറുസ്ഥലത്തിലാണ് സൂര്യന്റെ പ്രകാശം അടിക്കുന്നത്. കാരണം ചന്ദ്രനെ നമ്മൾ ഭൂമിയിൽ നോക്കിയാൽ കാണത്തില്ല. അതുകൊണ്ട് കറുത്ത വാവ്. വീണ്ടും 12 ഡിഗ്രി അകലുമ്പോൾ ശുക്ലപക്ഷ പ്രഥമ, അല്ലെങ്കിൽ പൗർണമിയിലേക്കുള്ള ആദ്യത്തെ ഘട്ടം. അങ്ങനെ വീണ്ടും 12. ഇങ്ങനെ 12 ഡിഗ്രി കടന്നു പോകുന്നതിന് തിഥി എന്ന് പറയും. ഇതിനെ കണക്കനുസരിച്ച് കണക്കാക്കാൻ ഒരു മാർഗം ജ്യോതിഷ ഗണിതന്മാർ ചെയ്യുന്ന എന്താണ്? സൂര്യന്റെ ശരിക്കുള്ള രാശിസ്ഥിതി ഇപ്പൊ നോക്കും. അതിന് സൂര്യസ്ഫുടം എന്ന് പറയും. കൃത്യമായ പൊസിഷൻ ആകാശത്ത്. അതിന് ഡിഗ്രി കണക്കിലാവും. ഇപ്പൊ മേടൻ രാശിയിൽ ആദ്യ ഭാഗത്താണെങ്കിൽ 0 ഡിഗ്രി 0 മിനിറ്റ് 0 സെക്കൻഡ് സൂര്യൻ ഇന്നത്തെ അവസ്ഥ, ഇന്ന് വിശ്വം ആരംഭിച്ചപ്പോൾ സംക്രമ സമയത്ത് സൂര്യൻ 0 ഡിഗ്രി 0 രാശി 0 ഡിഗ്രി 0 മിനിറ്റിലായി ആയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സമയം. അപ്പോ അതിന്റെ സ്ഫുടം, സൂര്യസ്ഫുടം 0 ഡിഗ്രി 0 മിനിറ്റ്. 1 ഡിഗ്രി കഴിഞ്ഞാൽ 0 രാശി 1 ഡിഗ്രി എന്ന് പറയും. അപ്പൊ ഒരു ദിവസം കഴിയും. സൂര്യൻ ഒരു ദിവസം കൊണ്ട് 1 ഡിഗ്രി സഞ്ചരിക്കും. 30 ദിവസം കൊണ്ട് 30 ഡിഗ്രി സഞ്ചരിക്കും. അപ്പൊ ഒരു രാശി കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസത്തിന്റെ പേരും കഴിഞ്ഞു. ഇപ്പൊ മേടമാസം 1-ാം തീയതി സൂര്യൻ മേടൻ രാശിയിൽ ആദ്യത്തെ ഭാഗത്തേക്ക്. മേടമാസം 1-ാം തീയതി കഴിയുമ്പോൾ സൂര്യൻ 1 ഡിഗ്രി കടക്കും. അങ്ങനെ 2-ാം ഡിഗ്രിയിലേക്ക് കയറുമ്പോൾ മേടൻ 2,
അങ്ങനെ 3, 4, 5, 6 അങ്ങനെ മേടം 30 ഡിഗ്രി കടക്കുമ്പോൾ 30 ഡിഗ്രിയാണ് ഒരു രാശിയുടെ അളവ്. കാരണം എന്താ? 12 രാശിയാണ്. 30 ഗുണം 12 360. ഒരു വൃത്തം പൂർത്തിയായി. വൃത്തപരിധിയുടെ മൊത്തം അളവ് 360 ഡിഗ്രിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്. നമ്മുടെ ഖഗോളത്തിന്റെ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആകാശത്തിന്റെ മധ്യത്തിൽ കൊടുക്കുന്ന ആകാശത്തിന്റെ ചുറ്റും താഴെയും കീഴും മേലും വശവും ഒക്കെ നോക്കിയാൽ എല്ലാം കൂടെ 360 ഡിഗ്രി ആണല്ലോ കിഴക്ക് പടിഞ്ഞാറ് സങ്കല്പിക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ 12 രാശി, 30 ഡിഗ്രി വീതമുള്ള 12 രാശി. അപ്പൊ സൂര്യൻ 30 ദിവസം കൊണ്ട് 30 ഡിഗ്രി സഞ്ചരിച്ച് ഒരു രാശി മാറുന്നു. അങ്ങനെയാണ് ഓരോ മാസം കഴിയും. അപ്പൊ മേടമാസം 30 ദിവസവും 30 ഡിഗ്രി കഴിയുന്നത് വരെ സൂര്യൻ മേടൻ രാശിയിൽ തന്നെ ഉണ്ട്. മേടൻ രാശി എങ്ങനെ അറിയുന്നത്? അത് നക്ഷത്രങ്ങളുടെ സ്ഥിതി കൊണ്ടാണ് മേടൻ രാശി അറിയുന്നത്. മേടൻ രാശിയിൽ 2.25 നക്ഷത്രം വീതമാണ് ഒരു രാശിയിലുള്ളത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ ക്വാർട്ടർ, കാൽഭാഗം, ഇതിന് മേടൻ രാശി എന്ന് പറയും. അപ്പൊ സൂര്യൻ മേടമാസത്തിൽ 30 ദിവസവും സഞ്ചരിക്കുമ്പോൾ ആദ്യം അശ്വതി നക്ഷത്രത്തിലൂടെ മുമ്പിലൂടെ. അപ്പൊ സൂര്യന്റെ പശ്ചാത്തല നക്ഷത്രം അശ്വതിയായി. അതിനെ അശ്വതി ഞാറ്റുവേല എന്ന് പറയും. ഞായർ വേള, അശ്വതി ഞാറ്റുവേല. ഇപ്പൊ അശ്വതി ഞാറ്റുവേല ആരംഭിച്ചു. സൂര്യൻ അശ്വതി നക്ഷത്രത്തിന്റെ മുന്നിലാണ് ഇപ്പൊ. 13 ദിവസം 14 ദിവസം കഴിയുമ്പോൾ ഭരണി നക്ഷത്രത്തിന്റെ വാതിലാണ്. അപ്പൊ ഭരണി ഞാറ്റുവേല. പിന്നെ വീണ്ടും 13 ദിവസം 26, 27 ദിവസം ആകുമ്പോൾ സൂര്യൻ കാർത്തിക നക്ഷത്രത്തിന്റെ മുന്നിലാകും. ഇപ്പൊ കാർത്തിക ഞാറ്റുവേല. അത് പൂർത്തിയാകുന്നതിന് മുമ്പേ തന്നെ മേടൻ രാശി കഴിഞ്ഞിട്ട് സൂര്യൻ ഇടവൻ രാശിയിലേക്ക്. കാര്യം എന്താണ്? കാർത്തിക ആദ്യത്തെ കാൽഭാഗം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മേടൻ രാശിയിലാണ്. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. എന്തായാലും നമ്മൾ തിഥിയാണ് പറഞ്ഞു വന്നത്. ചന്ദ്രന്റെ അവസ്ഥയാണ് തിഥി. 12 ഡിഗ്രി വീതം സൂര്യനിൽ നിന്ന് മാറുന്ന അവസ്ഥ. ഇനി അടുത്തത് 4ാമത്തെ അംഗം, പഞ്ചാംഗത്തിൽ 4ാമത്തെ അംഗം. അപ്പൊ തിഥിയെ പറ്റി ഇനി ഒത്തിരി വിശദീകരിച്ച് ഒത്തിരി പറയാനുണ്ട്. പറഞ്ഞല്ലോ, പ്രവിശാലമായ വിഷയമാണ് ജ്യോതിഷം. ഈ തിഥികൾ തന്നെ പലതരത്തിൽ പറയുന്നു. നന്ദ, ഭദ്ര, ജയ, രിക്ത, പൂർണ്ണ, ഇങ്ങനെ 5 ഫാമിലികളായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ രിക്തായ പരിപീഡനം, ശത്രുദോഷം രിക്താതിഥി എന്നൊക്കെ പല ഭാഗങ്ങൾ കാര്യം വിശദീകരിച്ചു. ഇങ്ങനെ ഒത്തിരി ഭാഗങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷെ നമ്മളുടെ ഉദ്ദേശം പഞ്ചാംഗം. അപ്പോ 4ാമത്തെ അംഗത്തിലേക്ക് നമ്മൾ കടന്നു. കരണം. ഈ കരണം എന്ന് പറയുന്നത് മനുഷ്യനുള്ള പോലെ 2 കാരണമുള്ള പോലെ ഓരോ തിഥിക്കും 2 കാരണം. തിഥിയുടെ 2 ഹാഫുകളാണ്, അല്ലെങ്കിൽ അർത്ഥഭാഗങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ. വേറൊന്നും തിഥിക്ക് 2 ഭാഗങ്ങളായിട്ട് കൽപ്പിച്ചാൽ കാരണം. അതായത് ഒരു തിഥി 24 മണിക്കൂർ ഏതാണ്ട് സമയം വന്നാൽ അതിൽ 12 മണിക്കൂർ 2 കാരണങ്ങൾ. ഈ കാരണങ്ങള് ഒത്തിരി പേരുകൾ പറയും. ഇത് എന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ കാലഗണന, മഹാകാലത്തിലെ നുറുങ്ങായ കലനാത്മക കാലത്തിൽ ഒരു നിശ്ചിത ബിന്ദുവിനെ, കഴിഞ്ഞുപോയതോ വരാനിരിക്കുന്നതോ ഇപ്പൊ സഞ്ചരിക്കുന്നതോ ആയ ഒരു സമയബിന്ദുവിനെ നമ്മൾ സൂചിപ്പിക്കണമെങ്കിൽ ഏത് സമയത്ത് നിൽക്കുന്നു? നീ എന്നാണ് അമേരിക്കയ്ക്ക് പോകുന്നത്? അത് അടുത്ത ആഴ്ച ഇത്രാം തീയതി ഇത്ര മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ പണ്ട് കാലത്ത്, പൗരാണിക കാലത്ത് ഈ അളവിനെ സൂചിപ്പിക്കാനാണ് ഈ പഞ്ചാംഗം ഉപയോഗിച്ചിരുന്നത്. വാരതാര തിഥി കരണം നിത്യയോ. അപ്പൊ അതിനകത്ത് വാരം എന്താണെന്ന് കണ്ടു, കരണം എന്താണെന്ന്, തിഥി എന്താണെന്ന് കണ്ടു, താരം എന്താണെന്ന് കണ്ടു, നക്ഷത്രം, കരണം തിഥി എന്താണെന്ന് കണ്ടു. ഇനി അടുത്തത് 4ാമത്തെ ഘടകം കരണം, തിഥിയുടെ പകുതി. അതായത് സൂര്യബിംബത്തിൽ നിന്ന് ചന്ദ്രബിംബം ഓരോ 6 ഡിഗ്രി, 12 ഡിഗ്രിയാണ് തിഥി, അതിന്റെ പകുതി 6 ഡിഗ്രി വീതം മാറുമ്പോൾ ഓരോ കരണവും മാറി മാറി. നമ്മൾ നോക്കിയാൽ, ചന്ദ്രനെ നോക്കിയാൽ തിഥി ഏതാണ്ട് കഴിവുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് അമാവാസി കണ്ട അമാവാസിയാണ് നമുക്കറിയാം, അല്ലെങ്കിൽ പൗർണമി കണ്ടാൽ ഏതാണ്ട് പൗർണമിയാണ് നമുക്കറിയാം. പക്ഷെ ഇടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല, എങ്കിലും പരിചയസമ്പന്നർക്ക് അറിയാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് അറിയാൻ പറ്റും. കാരണം അത്രയ്ക്ക് അറിയാൻ പറ്റില്ല, എന്നാൽ ഏകദേശം കണക്കാക്കും. എങ്കിലും ഇതിനും പേരുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ജ്യോതിഷപരമായിട്ട് കണക്കാക്കുമ്പോൾ 4 സ്ഥിരകരണങ്ങൾ, 7 വീതം 56 ചരകരണങ്ങളും. അപ്പൊ പേര് 7 ഉള്ളൂ, പക്ഷെ അത് 8 തവണ ആവർത്തിക്കും. അങ്ങനെ 56 ചരകരണം, മാറുന്ന കരണം. സ്ഥിരകരണങ്ങൾ സ്ഥിരമാണ്, നമുക്ക് ഏത് ദിവസമാണെന്ന് നേരത്തെ തന്നെ അറിയാം. ഉദാഹരണം, കറുത്തവാവിന്റെ തൊട്ടു തലേ ദിവസം എന്തായിരിക്കും? കൃഷ്ണപക്ഷ ചതുർദശി ആയിരിക്കുമല്ലോ. 14, 15 കറുത്തവാവ്, 14ാമത്തെ കൃഷ്ണപക്ഷ ചതുർദശിയാണ് തിഥി. കറുത്തവാവിന്റെ തൊട്ട് മുമ്പിലത്തെ ദിവസം, തലേ ദിവസം. അപ്പോ ചതുർദശി കഴിഞ്ഞിട്ടാണ്, കൃഷ്ണപക്ഷ ചതുർദശി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ്. അപ്പൊ ഈ കൃഷ്ണപക്ഷ ചതുർദശിയുടെ ആ തിഥിയുടെ 2ാമത്തെ പകുതി, സെക്കൻഡ് ഹാഫ്, ആ കരണമാണ് സ്ഥിരകരണത്തിൽ ആദ്യത്തെ പുള്ള് എന്ന് പേരിടുന്ന കരണം. പുള്ള് അല്ലെങ്കിൽ ശകുനി എന്ന് സംസ്കൃതത്തിൽ. ഈ സ്ഥിരകരണങ്ങളിൽ ആദ്യത്തെ കരണമാണ് പുള്ള്. അത് ചതുർദശി, കൃഷ്ണപക്ഷ ചതുർദശി തിഥിയുടെ 2ാം പകുതിയാണ്.
പിന്നെ പിറ്റേ ദിവസം അമാവാസിയായി. അമാവാസിയുടെ ആദ്യ പകുതി, അമാവാസി ഫുൾ തിഥിയുടെ മുഴുവൻ തിഥിയുടെ ആദ്യ പകുതി എടുത്താൽ അതിനെ നാൽക്കാലി കരണം എന്ന്. അതും സ്ഥിരകരണത്തിൽ രണ്ടാമത്തതാണ്. ആദ്യത്തെ കരണം കഴിഞ്ഞ ദിവസം പകുതിക്ക് കഴിഞ്ഞുപോയി, അത് ശകുനി അല്ലെങ്കിൽ പുള്ളുകരണം. രണ്ടാമത്തെ കരണം നാൽക്കാലി അല്ലെങ്കിൽ ചതുഷ്പാത്ത്. പാദം എന്ന് പറഞ്ഞാൽ പാദം, ചതുഷ്നാല്, 4 പാദം, നാൽക്കാലി. രണ്ടാമത്തെ നാൽക്കാലിക്കരണം. ഈ നാൽക്കാലിക്കരണം കഴിഞ്ഞിട്ട് അത് അമാവാസിയുടെ ആദ്യ പകുതി. ഇനി അമാവാസി ദിവസത്തിന്റെ രണ്ടാമത്തെ പകുതിയെ കരണം ഏതാണ്? ആ തിഥിയുടെ, അമാവാസി തിഥിയുടെ രണ്ടാം പകുതി. ആ കരണത്തിനെയാണ് പാമ്പ് കരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദ്വിരസന എന്ന് വെച്ചാൽ, രസന എന്ന് പറഞ്ഞാൽ നാക്ക് രണ്ടായിട്ട് പിളർന്നത് എന്നർത്ഥം. ദ്വിരസന, ഗൈര എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ പേരുണ്ട്. പാമ്പ് കരണം എന്നാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയും, പാമ്പ് കരണം. അപ്പൊ പുള്ള്, നാൽക്കാലി, പാമ്പ്. മൂന്നാമത്തെ സ്ഥിരകരണമാണ് പാമ്പ്. ഈ അമാവാസിയുടെ രണ്ടാമത്തെ പകുതിയും കഴിഞ്ഞാൽ പിറ്റേ ദിവസം, ഓർക്കണം, അമാവാസി കർത്തവാവ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താണ് തിഥി? വെളുത്ത പക്ഷത്തിലെ പ്രഥമാതിഥിയാണ്, ശുക്ലപക്ഷ പ്രഥമ. അതിന്റെ ആദ്യത്തെ പകുതിയും സ്ഥിരകരണത്തിൽ അവസാനപ്പെടും. ഏതാണ്? അതാണ് 4ാമത്തെ സ്ഥിരകരണമായ പുഴു. സംസ്കൃതത്തിൽ കിംസ്തുഘ്നം, ഇച്ചിരി പറയാൻ പ്രയാസമാണ്. കിംസ്തുഘ്നം, മേഘത്തിന്റെ ഖ. അങ്ങനെ കിംസ്തുഘ്നകരണമാണ് എന്ത്? ശുക്ലപക്ഷ പ്രഥമാതിഥിയുടെ ആദ്യ പകുതി. ഇങ്ങനെയാണ് 4 സ്ഥിരകരണങ്ങൾ. ഏതൊക്കെ? അമാവാസിക്ക് തൊട്ടു മുമ്പ് പകുതി, അമാവാസിയിൽ 2 അമാവാസിക്ക് പിറ്റേന്ന് ശുക്ലപക്ഷ പ്രഥമയിൽ 1. അപ്പൊ അമാവാസിക്ക് മുമ്പ് ചതുർദശി, കൃഷ്ണപക്ഷ ചതുർദശിയിൽ 2ാമത്തെ പകുതി 1, അത് പുള്ളുകരണം. അമാവാസിയിൽ നാൽക്കാലിയും പാമ്പും, പിറ്റേ ദിവസം ശുക്ലപക്ഷ പ്രഥമയിൽ ആദ്യ പകുതി പുഴുക്കരണം. ഇങ്ങനെ 4 സ്ഥിരകരണം. ഈ സ്ഥിരകരണം, മുഴുക്കരണം കഴിഞ്ഞാൽ ഉടനെ ചരകരണം ആരംഭിക്കുകയായി. ഞാൻ നേരത്തെ പറഞ്ഞു 7 പേരുകളിൽ പറയുന്നു, അത് 8 വീതം ആവർത്തിക്കും. അങ്ങനെ 56 കരണങ്ങൾ ഇനി തുടരെ മാലമാലയായിട്ട് വരാൻ പോവുകയാണ്. അതിന്റെ പേര് സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, ഇഷ്ടി. ഇങ്ങനെ 7 സിംഹം, സിംഹകരണം. പുലി എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ വ്യാഘ്രം എന്നാണ് പറയാറ്. വ്യാഘ്രം കടുവയാണ്, പക്ഷെ മലയാളത്തിൽ പുലിക്കരണം എന്ന് പറയും, അല്ലെങ്കിൽ വ്യാഘ്രകരണം. സിംഹം. അപ്പൊ സിംഹം കരണം എവിടെ നിന്ന് വരും? അമാവാസിയുടെ പിറ്റേന്ന് ശുക്ലപക്ഷ പ്രഥമയുടെ 2ാമത്തെ പകുതിയാണ്, ശുക്ലപക്ഷ പ്രഥമാതിഥിയുടെ 2ാമത്തെ പകുതിയാണ്, 2ാമത്തെ 12 മണിക്കൂർ സമയത്തെയാണ് എന്ന് പറയുന്നത് സിംഹകരണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം, അടുത്ത ദിവസം ആദ്യത്തെ പകുതി പുലി, സിംഹം, പുലി. പിന്നീട് ഗർദഭമല്ല, സൂകരൻ, ക്ഷമിക്കുക, സൂകരക്കരം, അതായത് കഴുത. സിംഹം അല്ല, അയ്യോ തെറ്റി. സിംഹം കഴിഞ്ഞാൽ പുലി, വ്യാഘ്രം. അത് കഴിഞ്ഞാൽ പന്നി, അതായത് സൂകരൻ. സിംഹം, പുലി, പന്നി, സൂകരം അഥവാ പന്നി. അത് കഴിഞ്ഞാൽ കഴുത, ഗർദഭം. അത് കഴിഞ്ഞാൽ ആന, ഗജക്കരം. സിംഹം, പുലി, പന്നി, കഴുത, ആന. അത് കഴിഞ്ഞാൽ പശു, സുരഭി എന്ന് നമ്മൾ പറയും. സംസ്കൃതത്തിൽ സുരഭിക്കരണം എന്നാ പറയാം. ആന, പശു, വിഷ്ടി. വിഷ്ടി എന്ന് പറഞ്ഞാൽ നായ, പട്ടി എന്നുള്ളതിന്റെ വേറൊരു രൂപത്തിലാണ് വിഷ്ടി എന്ന് പറയുന്നത്. അങ്ങനെ ഈ 7 കരണങ്ങൾ ആവർത്തിക്കും. അപ്പം വിഷ്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ ആവർത്തിക്കും? വീണ്ടും ചരകരണം ആവർത്തിക്കണം. സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, വിഷ്ടി. വീണ്ടും സിംഹം, പുലി. ഇങ്ങനെ സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, വിഷ്ടി 8 തവണ കറങ്ങി വരും. ഇപ്പൊ തിഥികൾ എത്രയായി? 56. ആദ്യം 4 കരണങ്ങൾ 56. അപ്പൊ ആദ്യം 4 സ്ഥിരകരണങ്ങൾ കഴിഞ്ഞു. ഉള്ള നാൽക്കാലി, പാമ്പ്, പുഴു. അത് കഴിഞ്ഞ് സിംഹം, പുലി, പന്നി, കഴുത, ആന, പശു, വിഷ്ടി. വീണ്ടും സിംഹം, പുലി, പന്നി. ഇങ്ങനെ 8 തവണ ആവർത്തിക്കുമ്പോൾ 56. അങ്ങനെ 56 4 കൂടെ ചേർന്നാൽ 60. എവിടെ എത്തി? വീണ്ടും അമാവാസിയിൽ തൊട്ടു മുമ്പ് ചതുർദശിയുടെ ആദ്യ പകുതിയിലെത്തി. വീണ്ടും തുടങ്ങി സ്ഥിരകരണം, പുള്ള്. ഇങ്ങനെ 30 തിഥി അഥവാ 60 കരണം ഒരു ചാന്ദ്രമാസത്തിൽ കറങ്ങി വരുന്നു. ഇതാണ് കാരണം. ഇതിനെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ, നിത്യവ്യവഹാരത്തിൽ നമ്മൾ പറഞ്ഞു പോകുമെന്നല്ലാതെ, പഞ്ചാംഗത്തിലൊക്കെ കാണുമെന്നല്ലാതെ നമുക്ക് നിത്യവ്യവഹാരത്തിൽ സാധാരണക്കാർക്ക് പ്രയോഗങ്ങളൊന്നുമില്ല. പല ഭാഗത്തിലാണ് അതിന്റെ പ്രശ്നം. വിത്തുകൾ നടന്നു. ഈ എലിമാന്തുന്ന വിത്തുകൾ പുലിക്കരണത്തിൽ നട്ടാൽ പുലിയെ പേടിച്ച് എലി വരാത്തത് കാരണം എലിമാന്ത് കിടന്ന് വിശ്വാസം. ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളാണ്, വിശ്വാസബന്ധമാണ്. എന്തായാലും പഞ്ചാംഗത്തിലെ നമ്മളുടെ സമയം ആയെന്ന് തോന്നുന്നു. അവസാനത്തെ ഘടകമായ നിത്യയോഗം ഒത്തിരി വിശദീകരിക്കാനുണ്ട്. എനിക്ക് കണക്ക് എടുത്ത സമയം ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്. എന്തായാലും ഇനി ഒരു സമയത്ത്, ഒരു കാലത്ത് അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കി പറയാം. എങ്കിലും 5ാമത്തെ പഞ്ചാംഗ ഘടകമായ നിത്യയോഗം, അതായത് ചന്ദ്രാർക്ക യോഗം, രവീന്ദ് യോഗം, അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ജ്യോതിശാസ്ത്ര പ്രതിഭാസമാണെങ്കിൽ പോലും നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട് തിരിച്ചറിയാൻ പറ്റും. കാരണം സൂര്യന്റെ
ഇപ്പോഴത്തെ സ്ഥിതി, സൂര്യസ്ഫുടം, സൂര്യബിംബം ഇപ്പൊ എവിടെ നിൽക്കുന്നു രാശിചക്രത്തിൽ എന്ന് നോക്കി അതിന്റെ കോണീയ അളവുകൾ, ഡിഗ്രി മിനിറ്റ് അളവുകൾ എടുത്തു, രാശി ഡിഗ്രി മിനിറ്റ് എടുത്ത് ചന്ദ്രബിംബത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയും തമ്മിൽ അത് തമ്മിൽ കൂട്ടും, ഈ ഡിഗ്രി അളവുകൾ തമ്മിൽ കൂട്ടും. അതാണ് യോഗം എന്ന് പറഞ്ഞത്. യോഗം അഥവാ യുഗ്മം, ചേർച്ച. അങ്ങനെ സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും തമ്മിൽ ചേർത്തിട്ട് അതിന്റെ ആ അളവുകൾ ചേർത്ത് കിട്ടുമ്പോൾ ഒരു പൊസിഷൻ കിട്ടും ഈ രാശിചക്രത്തിൽ. ആ പൊസിഷനിലെ ഏത് നക്ഷത്രമാണ് വരുന്നത്. ഇപ്പൊ 27 നക്ഷത്രമാണല്ലോ ഈ രാശിചക്രത്തിൽ 360 ഡിഗ്രിയും കൂടെ വ്യാപിച്ചു കിടക്കുന്നു. നേരത്തെ പറഞ്ഞു അശ്വതി, ഭരണി, കാർത്തികേക്കാൽ, മേടം, കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തര, ഇടവം, മകയിരത്തര, തിരുവാതിര, പുണർത്തിൻ മുക്കാൽ, പുണർത്തിൻ കാൽ, പൂയമായില്യം, അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. മകംപൂര, ഉത്തരംകാൽ, ഉത്തരം മുക്കാൽ, അത്തം, ചിത്തിരക്കര, ചിത്തിരക്കര, ജ്യോതി, വിശാഖത്തിൻ മുക്കാൽ, വിശാഖത്തിൻ കാൽ, അനിരങ്കേട്ട, മൂലം, പൂരാട, ഉത്രാടങ്കാൽ, ധനു, ഇങ്ങനെ വരുന്നുണ്ട്. 27 നക്ഷത്രങ്ങളും 2.5 വീതം ഓരോ രാശികളിലും 12 രാശികളിലായിട്ട് 12, 2, 24, 12, 3, 27 നക്ഷത്രങ്ങൾ അങ്ങനെ കിടപ്പുണ്ട്. അപ്പോ ഇങ്ങനെ സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും കൂടെ കൂട്ടി ഈ രാശിയിൽ ഏത് നക്ഷത്രത്തിന്റെ ഭാഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ ആ നക്ഷത്രത്തിന് യോജിക്കുന്ന ഒരു പ്രത്യേക പേര് കൊടുത്തിട്ട് അന്നത്തെ നിത്യയോഗം എന്ന് പറയും. ഇതും നക്ഷത്രത്തിനെയും തിഥിയെയും പോലെ തന്നെ ഒരു ദിവസം 24 മണിക്കൂർ ശരാശരി. പക്ഷെ ഉദയാസ്തമയ ബന്ധമല്ല. ഉദിക്കുമ്പോൾ ഒരു തിഥി ആരംഭിച്ചു അല്ലെങ്കിൽ നിത്യയോഗം ആരംഭിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും പകലിന്റെയോ രാത്രി ഏതെങ്കിലും സമയത്ത് ആരംഭിച്ചു, ഏതെങ്കിലും സമയത്ത് അവസാനിച്ചു, അങ്ങനെയാണ്. അപ്പോ നിത്യയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ചന്ദ്രാർക്ക യോഗം. അതിന് കണക്ക് നമ്മൾ സമയത്തിന്റെ ബിന്ദുവിനെ രേഖപ്പെടുത്താനുള്ള ഒരു സർക്കസ് എന്ന് കണക്കാക്കിയാൽ മതി. ചന്ദ്രാർക്ക യോഗം സാധാരണ മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ വിഷമാണ്. ഈ 27 പേരുകളുമുണ്ട്. 27 നക്ഷത്രങ്ങൾക്ക് തുല്യമായിട്ട് 27 പേരുകളും എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ നിത്യയോഗം വിഷ്കംഭം. അശ്വതി നക്ഷത്രത്തിന്റെ ഭാഗത്താണ് സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും കൂട്ടി രാശി കാണുമ്പോൾ, ഡിഗ്രി കാണുമ്പോൾ അവിടെ ആ രാശി വരുന്ന പോയിന്റ് എങ്കിൽ അശ്വതി നക്ഷത്രത്തിനെ കുറിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനെ വിഷ്കംഭം നിത്യയോഗം, വിഷ്കംഭനാമ നിത്യയോഗം. തൊട്ട് അടുത്ത ദിവസമാണെങ്കിൽ പ്രീതി നാമ നിത്യയോഗം, ആയുഷ്മാൻ, ഓരോ പേരാണ്. അപ്പൊ ഞാൻ വേഗം പറഞ്ഞു പോകാം. വിഷ്കംഭം, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യം, ശോഭനം, അതിഗണ്ഡം, സുകർമ്മ, ധൃതി, ശൂലം, ഗണ്ഡം, വൃത്തി, ധ്രുവം, വ്യാഹതം, ഹർഷണം, വജ്രം, സിദ്ധി, വ്യതിപാദം, വരീയാൻ, പരിഘം, ശിവം, സിദ്ധം, സാധ്യം, ശുഭം, ശുഭ്രം, ബ്രാഹ്മം, മാഹേന്ദ്രം, വൈധൃതി. 27 ഇതൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ, ജ്യോതിഷം പഠിക്കുന്നവർക്കറിയാം, ഇതൊരു പാട്ട് പോലെ പഠിക്കും. ഇങ്ങനെ വിഷ്കംഭ, പ്രീതി, ആയുഷ്മാൻ, സൗഭാഗ്യ, ശോഭനാധികണ്ഠ, സുവർമാകൃതി, ശൂലകണ്ഠ, വൃത്തി, ധ്രുവ്യാഘാത, ഹർഷണ, വജ്രസിദ്ധി, യതീപാദ, വരിയാൻ, പരിക, ശിവസിദ്ധ, സാത്യ, ശുഭശുഭ്ര, ബ്രാഹ്മ, മാഹേന്ദ്ര, വൈകൃതി. 27 ഇതേ ഇതിന്റെ പ്രസക്തിയുള്ളൂ. വാസ്തവത്തിൽ പ്രപഞ്ച പ്രതിഭാസം അനുസരിച്ചും ജ്യോതിശാസ്ത്ര പ്രതിഭാസം അനുസരിച്ചും ജ്യോതിഷ ഗണിതത്തിലെ ഈ പഞ്ചാംഗത്തിൽ 3 കാര്യങ്ങൾ, താരം, തിഥി, കരണം, ഈ 3 കാര്യങ്ങളെ നമുക്ക് നിത്യവ്യവഹാരത്തിൽ നഗ്നനേത്രങ്ങൾ കൊണ്ടും മറ്റും വിവച്ഛേദിച്ച് അറിയുവാൻ പറ്റത്തുള്ളൂ. ബാക്കിയെല്ലാം വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് സ്വീകരിച്ചു വരുന്നതാണ്. ഇതെല്ലാം കൊണ്ട് ഏതെങ്കിലും ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു ദിവസത്തിന് ഏതെങ്കിലും ഒരു ബിന്ദുവിനെ നമുക്ക് രേഖപ്പെടുത്താനായിട്ട് ഈ 5 ഘടകങ്ങളും വെച്ച് നമ്മൾ രേഖപ്പെടുത്തും. പഞ്ചാംഗം മറിച്ചു നോക്കിയാൽ എങ്ങനെയാണ് ഇത് വായിച്ച് മനസ്സിലാക്കേണ്ടത്, അല്ലെ കലണ്ടർ നോക്കിയാൽ എങ്ങനെയാണ് ഇന്ന് എഴുതി തിരുവാതിര നക്ഷത്രം 5-12 എന്ന് പറഞ്ഞാൽ 5 നാഴിക 12 വിനാഴി. എന്താണ് അതിന്റെ അർത്ഥം? സൂര്യോദയത്തിന് ശേഷം 5 നാഴിക 12 വിനാഴിക്ക് കൂടെ തിരുവാതിര നക്ഷത്രമുണ്ട്. 5-12 ഞാൻ ഉദാഹരണം പറഞ്ഞാൽ എന്റെ മുമ്പിൽ ഇപ്പൊ കലണ്ടർ ഇല്ല എങ്കിലും. അപ്പൊ അതിന്റെ അർത്ഥം അതിനുശേഷം തിരുവാതിര കഴിഞ്ഞ് പുണർന്ന നക്ഷത്രമാകുന്നു എന്നാണ് എന്റെ അർത്ഥം. ചന്ദ്രൻ പുണർന്ന നക്ഷത്രത്തിന്റെ നേരെ മുന്നിലേക്ക് നീങ്ങി നിൽക്കുന്നു എന്റെ അർത്ഥം. അപ്പോ ഇങ്ങനെ പഞ്ചാംഗം നോക്കുമ്പോ അല്ലെങ്കിൽ കലണ്ടർ നോക്കുമ്പോ തിരുവാതിര 5-12, 5 നാഴിക. നാഴിക എന്ന് പറഞ്ഞാൽ ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 24 മിനിറ്റ് വരും. 2.5 നാഴികയാണ് ഒരു മണിക്കൂർ. അപ്പോ അങ്ങനെ 5 നാഴിക എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാൻ 2 മണിക്കൂറാണ്. സൂര്യോദയത്തിന് ശേഷം, ഇന്ന് നമ്മൾ സൂര്യോദയം എത്ര മണിക്കാണെന്ന് നോക്കിയിട്ട് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് 3 സ്ഥലങ്ങളിൽ 3 കാലത്തിലാണ് സൂര്യോദയം. സൂര്യോദയങ്ങളൊക്കെ മാറി മാറി വരുന്നതിന് ഒത്തിരി പറയാനുണ്ട്. അതൊക്കെ എനിക്കിന്ന് പറയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സമയം തികയാത്ത കാരണം ഒന്ന് പറയാനിതാണ്. അയനചലനത്തിനെ പറ്റിയൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഒരിക്കലാകാം. എന്തായാലും ഇന്ന് ഈ പഞ്ചാംഗത്തിലെ 5 ഘടകങ്ങൾ ഇങ്ങനെ നമ്മൾ ആവിഷ്കരിച്ചു. വാരതാര തിഥി കരണ നിത്യയോഗങ്ങൾ. അങ്ങനെ കലണ്ടർ നോക്കി ഇതൊക്കെ എങ്ങനെ വിശേഷിച്ചിട്ട് പ്രായോഗിക പരിശീലനത്തിലാണ് സൂക്ഷ്മമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ
ഈ ചെറിയ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഈ നമ്മൾ ഒരു ചർച്ചാ രീതിയിൽ പോകുന്നതായിരുന്നു സൗകര്യമെങ്കിൽ നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കാരണം ഈ കുറഞ്ഞൊരു സമയത്തിൽ ഇനി ഏതാണ്ട് 5 മിനിറ്റോ മറ്റോ അവശേഷിച്ചിട്ടുള്ളൂ. ആർക്കെങ്കിലും സമയം നീട്ടുന്നതിന് എനിക്ക് വിരോധമില്ല, നിങ്ങളുടെ സമയക്രമം പാലിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ്. ആർക്കെങ്കിലും സന്മനസ്സുകൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. നന്ദി, നമസ്കാരം. ഹരി ഓം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അണ്ണാ ഇന്ന് തൊട്ട് ക്രോധി ശക്കയാണോ? ചൈത്രവർഷം അല്ല, ഇത് ചൈത്രമാണോ? മേടമാസം എന്ന് പറഞ്ഞാൽ ചൈത്രമാസം എന്നാണ് അതിന്റെ കണക്ക്. കലണ്ടർ നോക്കിയാൽ അറിയാമല്ലോ. ഇന്ന് തൊട്ട് മാറ്റമുണ്ട്. ഇന്ന് തൊട്ട് എന്ന് പറയുമ്പോൾ മലയാള മാസാചരണമാണ് ഇന്ന് തൊട്ട്. മേടം 1. അത് ശകവർഷമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞു, സൗര മാസകൽപ്പനയാണ് മലയാള മാസം. ശകവർഷം അങ്ങനെയല്ല, ചാന്ദ്രമാസ കൽപ്പനയാണ്. അതായത് ചൈത്രമാസം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ചൈത്രം എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ, ആ മാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം 1-ാം തീയതി വരുന്ന ആ ചിത്തിര നക്ഷത്രത്തിൽ കർത്തവാവ് വരുന്ന ആ ഭാഗത്തിനെയാണ് ചൈത്രമാസം എന്ന് പറയുന്നത്. ചൈത്രം. ചിത്തിര നക്ഷത്രത്തിൽ കർത്തവാവ് എവിടെ വരുന്നു, അല്ലെങ്കിൽ കർത്തവാവും ചിത്തിരയും കൂടെ യോജിച്ച് വരുമ്പോഴാണ് ചിത്രമാസം. അപ്പൊ വൈശാഖം എന്ന് പറഞ്ഞാൽ വിശാഖ നക്ഷത്രവും കർത്തവാവും കൂടെ ചേർന്ന് വരുന്നത്. ഇത് അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും 2, 3, 4 ദിവസം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ ഏകദേശം ശക വർഷത്തിലെ കണക്കനുസരിച്ച് മാസകൽപ്പന ഇങ്ങനെയാണ് വരിക. അപ്പോ ഇതിപ്പോ മേടമാസം എവിടെയാണ് ഇതിനകത്ത് എന്റെ ആളി തിരിഞ്ഞ കലണ്ടറിൽ മാറില്ല. ചൈത്രമാസം അല്ലേ? വസന്തം ചൈത്രമാസമായിരിക്കണം, അല്ലെങ്കിലും അല്ലേ? ചൈത്രമാസം അല്ലേ? അതെ അതെ, ചൈത്രമാണ്. ഇന്നാലെ ഓർത്തർ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിച്ചായിരുന്നു, അക്ക ക്രോധി ശാഖ തുടങ്ങിയില്ലേ അക്ക, നിങ്ങൾ മാറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കായിരുന്നു. അപ്പൊ അത് വേറൊരു കൽപ്പനയാണ്. അത് സംവത്സര കൽപ്പനയാണ്. അത് വേറൊരു വിഭാഗം. പഞ്ചാംഗത്തിൽ നമ്മൾ 5 അംഗത്തിൽ അതൊന്നും വരുന്നില്ല. കാരണം അത് വർഷകൽപ്പനകൾ പലവരുണ്ട്. ശാലിവാഹനം, വിക്രമാർദ്ദം, യുഗാബ്ദം, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ അതിന്റെ എനിക്കൊന്ന് 61 എന്റെ ഓർമ്മയാണ്. ഞാനത് കാണാതെ ഓർക്കുന്നില്ല. എന്തായാലും അത്രയും വിവിധ പേരുകളിൽ പറയുന്നുണ്ട്. ക്രോധീനാമ വർഷം എന്ന് പഞ്ചാംഗത്തിൽ എഴുതും. അപ്പൊ ഈ വർഷം ക്രോധീനാമം, അതിനനുസരിച്ച് അതിന്റെ പഞ്ചാംഗ ഫലവും പറയാറുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഈ പഞ്ചാംഗ ഗണിതത്തിൽ നേരിട്ട് വരുന്നതല്ല. അതൊക്കെ ഓരോ ജനവിഭാഗങ്ങൾ ഓരോ കാലത്ത് സ്വീകരിച്ചിരുന്ന രീതികളാണ്. ഇപ്പൊ ശകവർഷം ഭാരതീയ ഔദ്യോഗിക കലണ്ടർ ശകവർഷമായത് കാരണമാണ് നമ്മളെല്ലാം ഇപ്പൊ യോഗ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ശകവർഷത്തിനെ സൂചിപ്പിച്ച് പറയുന്നു. എന്നാൽ മലയാള ജ്യോതിഷന്മാര് ഇതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്, കൊല്ലവർഷത്തിന് തന്നെ. അതും ഇംഗ്ലീഷ് വർഷവും മാത്രമേ പറയാറുള്ളൂ. അധ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും ഗ്രഹനിലയൊക്കെ പറയുമ്പോൾ കൊല്ലവർഷവും ഇംഗ്ലീഷ് വർഷവും മാത്രമേ പറയാറുള്ളൂ. ഇതിനകത്ത് ചൈത്രമാസം ഇന്ന് ആരംഭിക്കുന്ന ഇന്നത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാള മാസം മേടമാസം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. സൗരമാസമായത് കാരണം തീർച്ചയായിട്ടും പഴയ കാലത്ത് സമരാത്ര ദിനമായിരുന്നു ഇന്ന്. പക്ഷെ ഇപ്പൊ മാറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിപ്പോ മാർച്ച് 22-ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിഷു ആഘോഷിക്കേണ്ടത് മാർച്ച് 22-ാം തീയതി ആയിരുന്നു. പക്ഷെ നമ്മളുടെ ആചരണങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് ഇന്ന് ആചരിക്കുന്നു. ഇന്ന് മേടം 1-ആണ്. സൂര്യൻ മേടൻ രാശിയിലേക്ക് കയറും. അതാണ് സൗരമാസ കൽപ്പന. ഓരോ രാശിയിലേക്കും സൂര്യൻ കയറുന്നതനുസരിച്ച് ആ മാസത്തിന് ആ രാശിയുടെ പേര് കൊടുക്കും. മേടം മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ സൂര്യൻ മേടൻ രാശിയിലേക്ക് ഇന്ന് കയറി. അതായത് അശ്വതി നക്ഷത്രത്തിന്റെ തൊട്ട് മുന്നിലേക്ക് സൂര്യൻ കടന്നു എന്നാണ് അർത്ഥം. മറ്റേ കൽപ്പന അത് വേറൊന്നും. അത് പഞ്ചാംഗമായിട്ട് ബന്ധമില്ല. അത് വേണം നോക്കി ഞാൻ ഇനി ഒരു സമയത്ത് കിട്ടുകയാണെങ്കിൽ വിശദീകരിച്ച് പറയാം. ഹരി ഓം. അപ്പോ ചെറിയൊരു സംശയം. നമ്മളെ അണ്ണൻ പറഞ്ഞു 22-ാം തീയതി ആണ് ശരിക്കും വിഷു അല്ലെങ്കിൽ ഈക്വിനോക്സ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഫലങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ മാസവും ഈ പഞ്ചാംഗം നോക്കുമ്പോഴും ശരിക്കുള്ള ഗ്രഹത്തിന്റെ സ്ഥിതിയും വേറെ ആയി പോകുന്നില്ലയോ? അപ്പൊ ഈ ഫലങ്ങളൊക്കെ പറയുന്നത് ശരിയാവും? അതാണ് പറഞ്ഞത്, വർഷകൽപ്പന നമ്മുടെ പഞ്ചാംഗത്തിൽ വരുന്നില്ല. ശ്രദ്ധിക്കണം. പഞ്ചാംഗത്തിലെ 5 അംഗങ്ങൾ വാരധാര ദിതികരണ നിത്യയോഗത്തിലൊന്നും വരുന്നില്ല. അതുകൊണ്ട് അതിന് മാറ്റമില്ല. പക്ഷേ മറ്റേ കൽപ്പനയ്ക്ക്, വർഷകൽപ്പനയ്ക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലാണ് വിഷു മാറിപ്പോയത്. പക്ഷെ നമുക്കിവിടെ ഒരു കാരണം, ഭാരതീയ ജ്യോതിഷം കംപ്ലീറ്റും ആപേക്ഷികമാണ്, റിലേറ്റീവാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദൃക്സിദ്ധം പരഹിത സിദ്ധം എന്നൊക്കെ 2 ശാഖകളുണ്ടായി. അപ്പൊ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരു നിരീക്ഷകനെ സംബന്ധിച്ചോളം ജ്യോതിർഗോളങ്ങൾ എങ്ങനെ കാണുന്നു? ഇപ്പൊ നമ്മള്
ഈ സൂര്യബിംബം നമ്മളിപ്പോ ഉദിച്ചു നിൽക്കുന്നു. നമ്മളിപ്പോ നോക്കുമ്പോൾ നേരെ ചക്രവാളം, നമ്മള് ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് പോയി അല്ലെങ്കിൽ കന്യാകുമാരി പോയി കിഴക്കോട്ട് നോക്കുകയാണ് സൂര്യോദയം. സൂര്യന്റെ വെള്ളത്തിന്റെ ഉപരിതലത്തിൽ സൂര്യൻ വരാൻ തുടങ്ങുന്ന സമയം നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ വരാൻ തുടങ്ങും. പക്ഷെ ഏതാണ്ട് ഒരു 100 ഡിഗ്രി, ഒരു 56 കിലോമീറ്റർ കിഴക്ക് കടലില്, ബംഗാൾ കടലിൽ നിൽക്കുന്ന ഒരു വള്ളക്കാരനോ അല്ലെങ്കിൽ ബോട്ടുകാരനെ സംബന്ധിച്ചോളം അയാൾ കിഴക്കോട്ട് നോക്കുമ്പോൾ സൂര്യബിംബം കംപ്ലീറ്റും ജലത്തിൽ നിന്ന് പൊങ്ങിക്കാണും. പടിഞ്ഞാറ് വരുമ്പോൾ നമ്മൾ കുറെ പടിഞ്ഞാറോട്ട് നീങ്ങി കഴിഞ്ഞ ഒരു 56 കിലോമീറ്റർ പടിഞ്ഞാട്ട് നിങ്ങൾ സൂര്യൻ ബിംബം ഉദിച്ചിട്ടേ ഇല്ല. അപ്പൊ അതനുസരിച്ച് ലോഞ്ചിറ്റ്യൂഡും മാറുന്നതനുസരിച്ച് ഇത് സംഗതി മാറുന്നെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ സമയഗണന മാറി മാറി വരും. ആ കൂട്ടത്തിൽ വരുന്നതാണ് ഈ വർഷകൽപ്പന. അപ്പോൾ നമ്മൾ ഈ എന്തുകൊണ്ടാണ് ഇത് വിശ്വം മാറിയത് എന്നുള്ള അണ്ണന്റെ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പുരസരണം അല്ലെങ്കിൽ പ്രിസിഷൻ കാരണമാണ്, അയനചലനം കാരണമാണ്. ഓരോ വർഷവും ഏതാണ്ട് 56 സെക്കൻഡ് വെച്ചിട്ട്, അതായത് 1 മിനിറ്റിന് താഴെ സമയം വെച്ചിട്ട് ഓരോ വർഷവും ഈ പിറകോട്ട് അയനം പിറകോട്ട്, മേട ഒന്നിൽ നിന്ന് പിറകോട്ട് പോയിട്ട് ഇപ്പം മീനം ഭാഗത്ത് ചെന്നില്ലേ, അതുപോലെ പിറകോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആന്റി ക്ലോക്ക്വൈസ് ആയിട്ട് കറങ്ങി എല്ലാ രാശികളും കറങ്ങി വീണ്ടും ഒരു കാലത്ത് ഒരു 10-25,000 26,000 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളൊന്നും ഉണ്ടാകത്തില്ല. അന്ന് വീണ്ടും കൃത്യമായിട്ട് മേട ഒന്നിന് സമരാത്ര ദിനം വെർണരിക്കിനോ സംഭവിക്കുമെന്ന് ഭൂമി ഉണ്ടെങ്കിൽ. അതാണ് അതിന്റെ വ്യത്യാസം, ആചരണത്തിന് വ്യത്യാസം. പക്ഷെ കൊന്നപ്പൂക്കൾ പൂക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ? അതുകൊണ്ടാണ്. അത് നിങ്ങൾ നോക്കുന്നത് ഋതുഭേദമാണ്. അത് സമരാത്ര ദിനം മാർച്ച് 22 അതിനൊപ്പിച്ച് തന്നെ കൊന്നപ്പൂക്കളും പൂച്ചെടികളും മെയ് ഫ്ലവറും ഒക്കെ അതനുസരിച്ച് നേരത്തെ പൂത്ത് പോകും. അപ്പോ റംസാൻ ആചരിക്കുന്ന സമയം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില കാലത്ത് മഴക്കാലത്തായിരിക്കും റംസാൻ, ചില കാലത്ത് മഞ്ഞുകാലത്തായിരിക്കും, ചില കാലത്ത് വേനൽക്കാലത്തായിരിക്കും. അങ്ങനെ കാരണം ചന്ദ്രമാസമാണ്. അപ്പോ ചാന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ 354 ദിവസങ്ങളേ ഉള്ളൂ. സാവന വർഷം 360 സൗരവർഷം 365 കാലം. ഈ ദിവസങ്ങളുടെ വ്യത്യാസമാണ് പ്രശ്നം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, ചാന്ദ്രമാസം ചാന്ദ്രദിനം എന്ന് പറഞ്ഞാൽ 29 ചാന്ദ്രമാസം 29.5 ദിവസമേ ഉള്ളൂ, 30 ഇല്ല. സൗരമാസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാവനം 30 ദിവസം അല്ലെങ്കിൽ 31. ഇതാണ് ആ വ്യത്യാസം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിഷു സമരാത്ര ദിനം മാർച്ച് 22 കഴിഞ്ഞു. നമ്മൾ മേടൻ രാശിയിലേക്ക് സൂര്യൻ കയറുന്ന വിശ്വബിന്ദു ഒന്നും അല്ലെങ്കിൽ പോലും നമ്മൾ മേടം 1 കണക്കാക്കും. പക്ഷെ മേടൻ രാശിയിലേക്ക് സൂര്യൻ കയറുന്നത് വിശ്വബിന്ദുവും കഴിഞ്ഞു പോയി എന്നുള്ളത് വേറെ കാര്യം. വിശ്വബിന്ദു ഇപ്പൊ മീനൻ രാശിയിലാണ് കിടക്കുന്നത്. അതാണ് ആ വ്യത്യാസം. പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഏകദേശം ആശയം ഇതാണ്. ഓക്കെ. കാരണമൊക്കെ എന്തൊക്കെയാണെന്നെല്ലാം കുറച്ചെങ്കിലും മനസ്സിലായി. പണ്ട് കാലങ്ങളില് നമ്മള് വീടുകളിലെല്ലാം ഈ വിത്തെല്ലാം ഇടുമ്പോ പക്ഷിക്കരണത്തിന് ഇടൂല, അങ്ങനെയെല്ലാം ഒരു പശുക്കരണത്തിന് ഇടൂല, അങ്ങനെയെല്ലാം ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ അതാ വിശ്വാസം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലേ, പുലിക്കരണത്തിൽ വിത്തുകൾ നട്ടാൽ എലിമാന്തില്ല. എനിക്ക് പുലിയെ പേടിയാണ്. എന്തായാലും ഒരു വിശ്വാസം. സ്ഥിരകരണങ്ങൾ എന്താന്ന് ഇപ്പോൾ മനസ്സിലായി, കുറെ കാര്യങ്ങളിൽ മനസ്സിലായി. വിശദീകരിച്ച് മനസ്സിലാക്കണമെങ്കിൽ പറഞ്ഞല്ലോ, ഇതൊരു പ്രഭാഷണത്തിലൊന്നും ഉൾക്കാവതല്ല, വളരെ വിശാലമാണ്. ഒരു ചെറിയ വിഷയമാണെങ്കിൽ നമുക്ക് നേരെ പറഞ്ഞു. ഇപ്പം അയനം എന്താണ്, പുരസരണം എന്താണ്, ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞു തരും. പക്ഷെ 5 അംഗങ്ങളും വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാകും. നമ്മൾ 3-4 മാസം കൊണ്ട് ജ്യോതിഷ ക്ലാസ്സിൽ പഠിച്ചു തീർക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ഒരു 3/4 മണിക്കൂർ കൊണ്ട് അറിയാവുന്നവർക്ക് മനസ്സിലാകില്ല, അറിയാൻ വയ്യാത്തവർക്ക് ഏതാണ്ടൊക്കെ തുമ്പും മൂലയൊക്കെ മനസ്സിലാകാൻ പറ്റും. അത്രയുള്ളൂ. ഹരിയോമണ്ണ, ഈ ഒരു ചോദ്യം കൂടെ, ഈ കുളികകാലം രാവുകാലം അതിന്റെ എന്താണ്? അത് വാസ്തവത്തിൽ പ്രപഞ്ച പ്രതിഭാസങ്ങളോ നിത്യജീവിത ഫിനോമിനുകളോ ജ്യോതിശാസ്ത്ര ഫിനോമിനുകളായിട്ടോ ഒരു ബന്ധവുമില്ല. ഞാൻ നീട്ടി പറയുന്ന കാര്യം, അതിന്റെ കട്ടിയാക്കി സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം, ഒരു ബന്ധവുമില്ല. ആധികാരിക ജ്യോതിഷ ഗ്രന്ഥം അനുസരിച്ച് പോലും ബന്ധമില്ലാത്തതാണ് രാഹുകാലവും ഗുളികകാലവും. ഗുളികൻ എന്ന് പറഞ്ഞൊരു ഗ്രഹം പോലും സത്യത്തിൽ നിലനിൽക്കുന്നില്ല. അത് എന്തിനാണ് ഗുളികനെ കൊണ്ടുവന്നതെന്നുള്ളത് വളരെ രസകരമായ ഒരു കൽപ്പനയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 7 ദിവസങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നത് ജ്യോതിശാസ്ത്ര പ്രതിഭാസത്തിലല്ല. അത് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന ഒരു റോമൻ എംപററുടെ നിർബന്ധം കൊണ്ടാണ് കൊണ്ടുവന്നതാണ് കഥ. എന്തായാലും അങ്ങനെ കൊണ്ടുവന്നപ്പോൾ അതിനെ ഈ ഗ്രഹനില എന്ന് പറഞ്ഞാൽ ചക്രം വരയ്ക്കുമല്ലോ, ഒരു കളം, 12 കള്ളികളൊക്കെ ഉള്ള ഒരു കളം വരച്ച് കാണാറുണ്ടല്ലോ ഗ്രഹനില. അതിനകത്ത് നോക്കിയാൽ നമുക്ക് താരം, ഇന്നത്തെ നക്ഷത്രം ഏതാന്ന് അന്നത്തെ നക്ഷത്രം ഏതാന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഗ്രഹനില ഏത് ദിവസത്തെ ഏത് സമയത്തെ ഗ്രഹനിലയാണോ ആ ഗ്രഹനില കണ്ടാൽ അതേത് നക്ഷത്രം, ഏത് തിഥി, ഏത് കരണം, ഏത് നിത്യയോഗം എന്നുള്ളത്
കൃത്യമായിട്ട് കണക്കാക്കി പറയാൻ പറ്റും ഒരു ജ്യോതിഷൻ. എന്നാൽ വാരം, ആഴ്ച ഏതാന്ന് ഒരു നിവൃത്തിയില്ല കണക്കാക്കി. ഏത്? ഈ ഗ്രഹങ്ങളെ കൊണ്ട് 7 ഗ്രഹങ്ങളുണ്ടല്ലോ, 7 ഗ്രഹങ്ങളെ കൊണ്ടും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് പറ്റും? അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക പുതിയ ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഗുളികൻ. അങ്ങനൊരു സാധനം പ്രപഞ്ചത്തിലേ ഇല്ല, ഈ ലോകത്തും ഇല്ല, ആകാശത്തും ഇല്ല, ഒന്നുമില്ല. മനസ്സിൽ മാത്രമേ, നമ്മുടെ വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ ഗുളികൻ. കുലിക ഭയങ്കര സർപ്പിളാകൃതി എന്നൊക്കെ പറഞ്ഞ പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഭയങ്കരനാണ് ആള്. ശനിയുടെയോ രാഹുവിന്റെ മറ്റേ പുത്രനാണെന്നൊരു കൽപ്പനയുണ്ട്. അങ്ങനെ പല പല കൽപ്പനകളുണ്ട്. എന്തായാലും ഈ ഗുളികൻ ഓരോ ദിവസവും നിശ്ചിത സമയത്ത് ഉദിക്കുന്നു എന്നൊരു കൽപ്പനയാണ്, സങ്കല്പമാണ്. ആധികാരികമായിട്ട് യാതൊരു രേഖയുമില്ല. ഫിനോമിനൻ അല്ല, പ്രപഞ്ച പ്രതിഭാസമല്ല. ഗുളികോദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിട്ട് പൊട്ടുന്ന പോലെയാണ്. ഒരു ദിവസം പകല്, ഇപ്പൊ ഞായറാഴ്ച പകല് 26-ാം നാഴികയ്ക്ക് എന്ന് പറഞ്ഞാൽ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ടും 1 മിനിറ്റിൽ ഗുളികൻ ഉദിച്ചു പോയി, അമിട്ട് പൊട്ടുന്ന പോലെ തീർന്നു. ആ നിശ്ചിത സമയ ബിന്ദുവിനെയാണ് ഗുളികോദയം എന്ന് പറയുന്നത്. അത് ഏത് രാശിയിലാണ്? അതിനെ ഗുളികോദയ രാശി അഥവാ ഗുളികസ്ഥിത രാശി. പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച ആകുമ്പോൾ ഒരു 4 നാഴിക പിറകോട്ട് കുറച്ച് 26 നാഴിക എന്ന്, 4 നാഴിക പിറകോട്ട് കുറച്ച് 22-ാം നാഴിക. അപ്പൊ ഉച്ചതിരിഞ്ഞ് സായാഹ്ന കാലത്ത് 22-ാം നാഴികയ്ക്ക് ഗുളികോദയം. അതും ഇതുപോലെ ഒരു നിശ്ചിത സമയത്ത് അത് കണക്കാക്കി എടുക്കണം. സൂക്ഷ്മസ്ഫുടം നടത്തി ഗുളികോദയം എപ്പോഴാണെന്ന് നോക്കിയിട്ട് അത് ഇന്ന രാശിയിലാണ്, അത് ഗുളികസ്ഥിത രാശി. അപ്പൊ അതുപോലെ തന്നെ അമിട്ട് പൊട്ടുന്ന പോലെ കുട്ടിയങ്ങ് പോകും. അതുപോലെ തന്നെ 22-ാം കുറച്ച 18-ാം നാഴികയ്ക്കാണ് ചൊവ്വാഴ്ച, ബുധനാഴ്ച 14, വ്യാഴാഴ്ച 10-ാം നാഴികയ്ക്ക്. ഏതൊക്കെ ഉദയാൽ ശേഷമാണ്, ഉദയാൽപരമാണ് ഈ നാഴിക പറയുന്നത്. വെള്ളിയാഴ്ച ഇതുപോലെ തന്നെ 6-ാം നാഴികയ്ക്ക്, ശനിയാഴ്ച 2-ാം നാഴിക, വീണ്ടും ഞായറാഴ്ച 26-ാം നാഴിക. നാഴിക എന്ന് പറയുന്നതൊക്കെ സൂര്യൻ ഉദിച്ച് ഇത്ര നാഴിക, 1 നാഴിക 24 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു പകൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30 നാഴിക. ഈ കണക്കിലാണ് പറയുന്നത്. അപ്പം 26-ാം നാഴിക എന്ന് പറഞ്ഞാൽ 30 നാഴിക, സന്ധ്യാകുന്നതിന് തൊട്ട് മുമ്പാണ് ഞായറാഴ്ച ഗുളികോദയം. അപ്പൊ ഇതിനനുസരിച്ചാണ് ഗുളികസ്ഥിത രാശിയും ഒക്കെ മുഹൂർത്തത്തിൽ നോക്കുന്നത്. പക്ഷേ കലണ്ടറിൽ കാണുന്ന ഗുളികകാലം ഇതൊന്നുമല്ലാത്തൊരു സംഭവമാണ്. 1.5 മണിക്കൂർ വെച്ച് രാഹുകാലം, ഗുളികകാലം, യമകണ്ഠകാലം, പിന്നെ ഏതൊക്കെ കാലമുണ്ട്, യാമശുക്രകാലം. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ മക്കളെ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ശുക്രന്റെ മകനാണ് യാമശുക്രൻ, അങ്ങനെ ശനിയുടെ മകനാണ് ഗുളികൻ, അതുപോലെ എന്താണ് ചൊവ്വയുടെ മകനാണ് കാലൻ. അങ്ങനെയൊക്കെ ഓരോ പേരുണ്ട്. അപ്പോ ഇതിനനുസരിച്ചാണ് രാഹുകാലം 1.5 മണിക്കൂർ. ഇതിന് നമുക്ക് ആചരണത്തിൽ വളരെ ശക്തനായിട്ട് വരുന്ന ആളാണ് ഈ രാഹുവും ഗുളികനും. പക്ഷെ ഈ രാഹുകാലവും ഗുളികകാലവും ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് നിത്യാചരണത്തിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും ശാസ്ത്രമനുസരിച്ച് ആധികാരിക ഗ്രന്ഥങ്ങളിൽ പോലും ഇല്ല. വരാഹമിഹിരന്റെ ഹോരാശാസ്ത്രമാണല്ലോ നമ്മൾ അടിസ്ഥാന ശാസ്ത്രം. അതിനകത്ത് ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല ഇതിനെപ്പറ്റി, ഗുളികനെ പറ്റി. രാഹുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് തന്നെ രാഹു തമോഗുരസുരച്ച ശിഖീതി കേതു എന്നേ പറഞ്ഞിട്ടുള്ളൂ. രാഹു തമോഗുവാണ്, അല്ലെങ്കിൽ ഇരുണ്ടവനാണ്, അഹിയാണ്, അല്ലെങ്കിൽ പാമ്പെന്ന് പര്യായമുണ്ട്. ശിഖി ഇത് കേതു, ശിഖി എന്ന് പേരുണ്ട് കേതുവിന്. അങ്ങനെ രാഹുവിനെയും കേതുവിനെയും അതിന്റെ പര്യായം മാത്രം പറഞ്ഞ് വിട്ടിരിക്കുക. പിന്നീട് ഈ 356 ശ്ലോകങ്ങളിലും ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല ഈ വരാഹോരയിൽ വരാഹമിഹിരൻ. അതുകൊണ്ട് അത് നമ്മളുടെ ആചരണം മാത്രമാണ്. രാഹുകാലം ഇങ്ങനെ അത് കണക്കാക്കാൻ ഇംഗ്ലീഷ് സൂത്രവാക്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മലയാള സൂത്രവാക്യങ്ങളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ഓരോ കൽപ്പന അനുസരിച്ച്, ഭാവന അനുസരിച്ചൊക്കെ സൂത്രവാക്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആ രാഹുകാലത്ത് ഒന്നും ആചരിക്കത്തില്ല, പ്രശ്നമാണ്. ഒരു നല്ല കാര്യവും രാഹുകാലത്ത് ചെയ്യത്തില്ല. 1.5 മണിക്കൂർ. ഈ 1.5 മണിക്കൂർ കലണ്ടറിൽ കാണുന്നത് ശരിയായ രാഹുകാലമല്ല, അത് സ്ഥൂലമായ രാഹുകാലമാണ്. സൂക്ഷ്മ രാഹുകാലം ദിനമാനം, അതായത് പകലിന്റെയും രാത്രിന്റെയും ഏറ്റക്കുറച്ചിലുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. മേഷാദവ് പകലേറിയിടും രാവെന്നത്ര കുറഞ്ഞു പോകും, തുലാദവ് രാവേറിയിടും പകലെന്നത്ര കുറയും. ഈ പകലിന്റെയും രാത്രിയുടെ ഏറ്റക്കുറച്ചനുസരിച്ച് ഈ രാഹുകാലത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് ത്രൈരാശികം ചെയ്യണം, പ്രൊപ്പോർഷണേറ്റ് ചെയ്യും. അങ്ങനെ വരുന്നതാണ് സൂക്ഷ്മ രാഹുകാലം. അത് ജ്യോതിഷികൾക്കേ അറിയാം. അത് സോഫ്റ്റ്വെയറിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്നത്തെ രാഹുകാലം, കലണ്ടറിൽ കാണുന്ന രാഹുകാലമാണ് ചിലപ്പോൾ അരമണിക്കൂർ ഒരു വ്യത്യാസം. അതാണ് അവസ്ഥ. അതുകൊണ്ട് രാഹുവും ഗുളികനും ഒക്കെ വിശ്വാസങ്ങളിൽ മാത്രം വസിക്കുന്നു. ശരി, ഏതാണ്ട് മനസ്സിലായെന്ന് അതെ അതെ, ശരി. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഹരിയോ മണ്ണ. ഹരിയോ. അപ്പം ജാതകത്തില് ഓരോ അക്ഷരങ്ങളില്ലേ, രാ, കെ, ഷൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അതിനകത്ത് ശുക്രൻ ഈ 7 ഗ്രഹങ്ങൾ കൂടാതെ 2 പേര് കൂടെ ഉണ്ട്. നവഗ്രഹങ്ങളാണ് ജാതകത്തിൽ പറയുന്നത്. ഇതും കൂടാതെ ഗുളികനും ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞു, ഗ്രഹനിലയിൽ വാരം
ആഴ്ചയെ ഉൾപ്പെടുത്താൻ ഒരു മാർഗവും കിട്ടില്ല. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് സർക്കസ് നടത്തി ട്രപ്പീസ് നടത്തിയാണ് ഗുളികനെ സൃഷ്ടിച്ച് കൽപ്പിച്ച് ഒരു ഗുളികൻ ഒരു രാശിചക്രത്തിൽ ഒരു സ്ഥാനവും കൊടുത്തു. അവിടെ മാ എന്ന് മാന്തി, മന്ദന്റെ മകൻ, മന്ദൻ എന്ന് പറഞ്ഞ ശനി, ശനിയുടെ പുത്രനാണ് ഈ മാന്തി ഗുളികൻ. അവനെ എഴുതിയാലേ ജ്യോതിഷികൾക്ക് ഈ ഗ്രഹനില നോക്കുന്നവന് ഇത് ഏത് സംഭവം ഏത് ആഴ്ചയാണ്, ശനിയാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ബുധനാഴ്ചയാണോ എന്നൊക്കെ മനസ്സിലാകണമെങ്കിൽ ഈ ഗുളികൻ വേണം. അതേ അദ്ദേഹത്തിന്റെ റോളുള്ളൂ, റെലവൻസ്. പക്ഷെ ഫലം പറഞ്ഞു വരുമ്പോൾ പ്രശ്നത്തിലൊക്കെ ആണെങ്കിൽ കഴിഞ്ഞു കഥ. ഇല്ലാത്ത മുകിലൊക്കെ ഉണ്ടാക്കും ഗുളികൻ നിന്നല്ലേ, പ്രേത സാന്നിധ്യം, സർപ്പ സാന്നിധ്യം, ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ അത് ശാസ്ത്രം വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അവിടെ നമ്മൾ ആ വിശ്വാസം അനുസരിച്ച്, സിദ്ധി അനുസരിച്ച്, ആചരണം അനുസരിച്ച് നമ്മൾ നിഷ്ഠയോടെ പോകുന്നവർക്ക്, ഈ പറയുന്ന ഞാൻ തന്നെ ഒരു പ്രശ്നത്തിനിരിക്കുകയാണെങ്കിൽ ആ ആചരണത്തോടും ആ ഭക്തിയോടും ഭയഭക്തി ബഹുമാനങ്ങളോടും കൂടി ഒട്ടും നർമ്മം കാണിക്കാതെ, ഹാസ്യം കാണിക്കാതെ വരുന്നു. അപ്പൊ ഗുളികനും രാഹുവും കേതുവും എല്ലാം വളരെ ഭീകരന്മാരും ഒക്കെ ആയിട്ട് നമ്മുടെ മുമ്പിൽ വന്ന് വരട്ടും. അതാണ് അവസ്ഥ. അപ്പൊ ജാതകത്തിലുണ്ട്. അക്കൻ ചോദിക്കാൻ പോയ കാര്യം ചോദിച്ചില്ല, പറഞ്ഞു. ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഹരിയോം അണ്ണ. ഇത് അക്ഷരങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, നമ്മൾക്കൊന്നും മനസ്സിലാവില്ല. ഓരോ അക്ഷരം പറഞ്ഞുതരാം. കു പ്രശ്നക്കാരനാണ്, ഏറ്റവും വലിയ ചൊവ്വാദോഷക്കാരനല്ലേ. കുജൻ ചൊവ്വായാണ്. ഗു ഗുരു വ്യാഴമാണ്. മ വെറും മ, ഹ്രസ്വമായ മ എഴുതിയാൽ ചിലർ ഷാന്ന് എഴുതും, ശനിയാണ്, മന്ദൻ ശനി. അതുപോലെ പിന്നെ ച എന്ന് എഴുതിയാൽ ചന്ദ്രൻ, ചാന്ത് തന്നെ സാധാരണ എഴുതാറുണ്ട്. ഉത്തരേന്ത്യക്കാർക്ക് സോ എന്ന് എഴുതും, സോമൻ, സോമവാരം എന്നുള്ള അർത്ഥത്തിൽ സോ. ച എന്നാണ് നമ്മൾ മലയാളികൾ എഴുതുന്നത്. അപ്പൊ നമുക്ക് ര എന്ന് എഴുതിയാൽ രവി, അതായത് ആദിത്യൻ, ഞായറിനെ സൂചിപ്പിക്കും. അതറിയാമല്ലോ, ആദിത്യൻ സൂര്യൻ. ര എന്നെഴുതിയാൽ സൂര്യൻ, ച എന്നെഴുതിയാൽ ചന്ദ്രൻ, അതെങ്കിൽ തിങ്കൾ. പിന്നെ കു എന്നെഴുതിയാൽ ചൊവ്വ, ബു എന്നെഴുതിയാൽ ബുധൻ. ദൈവം സഹായിച്ചു, അതിന് വേറെ പേര് വ്യത്യാസമൊന്നും. അത് കഴിഞ്ഞാൽ പിന്നെ ഗു എന്നെഴുതിയാൽ വ്യാഴം, ശു എന്നെഴുതിയാൽ ശുക്രൻ. ഇതിനെ ആഴ്ചപ്പേര് പറയുമ്പോൾ വെള്ളി. കാര്യം ആകാശത്ത് വെള്ളി പോലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമായിട്ട് പെരുമീൻ എന്ന് പറയും. ചില കാലത്ത് ഉദയത്തിന് തൊട്ട് മുമ്പും ചില കാലത്ത് അസ്തമയത്തിന് തൊട്ട് മുമ്പ് ഈവനിങ് സ്റ്റാർ എന്നും മോർണിംഗ് സ്റ്റാർ എന്നും നമ്മൾ പേര് പറയുന്ന ഒരേ കക്ഷിയാണ് ശുക്രൻ. അതായത് മോർണിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാർ, ശുക്രൻ. അദ്ദേഹമാണ് ഈ വെള്ളി. പിന്നെ ശനി മന്ദൻ, അതിന് മാ എന്നെഴുതും, ഷ എന്ന് എഴുതും. ശുക്രന് ശു എന്നെഴുതും. ഇതുകൂടാതെ കേതുവിന് ശി എന്നെഴുതും, ശിഖി. നേരത്തെ ഞാൻ പര്യായം പറഞ്ഞപ്പോൾ ശിഖി ഇതി കേതു, ശിഖി ഇതി കേതു, ശിഖി എന്ന് പര്യായമുണ്ട്. അതുകൊണ്ട് കേതു എന്ന് സാധാരണ എഴുതാറില്ല, ശി എന്നെഴുതും. ശി എന്ന് കണ്ടാൽ കേതുവാണ്. അതുപോലെ തന്നെ സ എന്നെഴുതിയാൽ സർപ്പം, രാഹുവാണ്. പിന്നെ മാ എന്നെഴുതിയാൽ മാന്തി. ചിലർ ഗു എന്ന് എഴുതത്തില്ല, കാര്യം ഗുളികന് ഗു എന്ന് എഴുതിയാൽ ഗുരു, വ്യാഴമായിട്ട് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഗുളികന് മാ എന്നെഴുതും. ഇത്രയാണ് അതിലെ അക്ഷരങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. ഹരിയോം അണ്ണ, മനസ്സിലായി. ഹരിയോം. 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 അണ്ണൻ പറഞ്ഞ പോലെ ഇത് വലിയൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഏകദേശം 1 മണിക്കൂറിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്ന ശ്രീ രാജേന്ദ്ര കുറുപ്പ് അണ്ണന് നമ്മുടെ എല്ലാവരുടെ പേരിലും സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. പറ്റുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഭൗതിക് വരുന്ന എപ്പോഴെങ്കിലും സൺഡേസ് ഫ്രീ ആണെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഭൗതിക് അറേഞ്ച് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും വിഷു ദിന ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. നാളെ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച വീണ്ടും ഒരു ഭൗതികിൽ കാണാം. എല്ലാവർക്കും ഹരിയോം.